ഇവിടെ നിന്ന് ദീനിനും ഇൽമിനും ഹിദായത്തിനും സ്ഥാനമില്ലാത്ത കാലം. അതിനൊന്നിനും സ്ഥാനമില്ല. ഇവിടെ നിന്ന് സ്ഥാനമുള്ളത് ദുന്യാവും ദുന്യാവിന്റെ ചരക്കുകൾക്കും വിഭവങ്ങൾക്കും മാത്രമാണ്. ദീനുള്ള വീട്ടിൽ പോലും ദീൻ ഒന്നാകുന്നില്ല. ഒന്നുകിൽ 2 അല്ലെങ്കിൽ 3, 1, 2 വേറെ പല സാധനങ്ങളുമാണ്. അത് മാറ്റിത്തിരുത്താതെ ഈമാനോടെ മരിക്കും എന്ന് ഉറപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല. ഒരിക്കലും ഈമാനോടെ മരിക്കും എന്ന് പറയാൻ കഴിയില്ല. ഇതിനൊരു മാറ്റത്തിരുത്തൽ വന്നിട്ടില്ലെങ്കിൽ ദീന് ഒന്നാകണം. ദീന് ഒന്നാകണം. അള്ളാഹു റസൂലും ഒന്നാകണം. മറ്റുള്ളൊക്കെ അതിന്റെ താഴെയാണ്. ഹലാലായതൊക്കെ അതിന്റെ താഴെയാണ്. ഇനി എന്തുണ്ടെങ്കിലും അതൊക്കെ അതിന്റെ താഴെയാണ്. ഒന്ന് അള്ളാഹു റസൂല്. അല്ല ബദരീങ്ങൾ, അല്ലെങ്കിൽ അവര് ബദറിന് ഇറങ്ങോ? അള്ളാന്റെ റസൂലിന്റെ കൂടെ കൂടിയിട്ട് അവർക്ക് കച്ചവടം വികസിച്ചോ? ഉള്ള കച്ചവടം പോവല്ലേ ഇത്? അവർക്ക് തോട്ടം കൂടെ കിട്ടിയോ? ഉള്ള തോട്ടം പോവല്ലേ ഇത്? അവർക്ക് കൊട്ടാരം കിട്ടിയോ? ഉള്ള കൊട്ടാരം ഇട്ടെറിഞ്ഞിട്ട് മക്കത്തുനിന്ന് മദീനത്ത് കോടല്ലേ ഇതത്? നാളെ അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അൻഅംത അലൈഹിം, നീ നിയമത്ത് ചെയ്ത ആൾക്കാർ എന്നാണ്. എന്താ ഓൽക്ക് നിയമത്ത്? കുറെ അടിയിട്ടി കുത്തിട്ടി എന്നല്ല. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അതിൽ അവരുണ്ടല്ലോ. എന്താണ് അവർക്ക് നിഅമത്ത്? നല്ല അടി കിട്ടി അബൂജഹലിന്, കുത്ത് കിട്ടി, ചവിട്ടത്ത്, മോന്തക്ക്, തലക്ക്. കുറെ ആൾക്കാർ മരിച്ചുപോയി, കുറെ ആൾക്കാർ പച്ചക്ക് ചുട്ട് കൊന്ന്, കുറെ ആളുകൾ അരിഞ്ഞ് വന്ന്. ഇത് ശവ്വാലാണ്, ശവ്വാല് കഴിഞ്ഞിട്ടില്ല. ഈ ശവ്വാലാണ് ഊത് നടന്നത്. 70 മഹാന്മാരാ ഷഹീദായത്. അവരെ കുറിച്ചൊക്കെയാണ് അൻഅംത അലൈഹിം എന്ന് പറഞ്ഞത്. ഹംസത്തുൽ കറാറൊക്കെയാണ് പൈല് പെട്ട ആൾക്കാർ. എന്താ പോൽക്ക അല്ലാഹ് ചെയ്ത നിയമത്ത്? ശരീരം തിരിച്ചറിയാതെ മാംസകൂമ്പാരായിട്ട് ആഖിറത്ത് പോയി. അതാ നിയമത്ത്. അതന്നെയാണ് നിയമത്ത്. കാരണം എന്താ? ഇങ്ങനൊക്കെ ആയാൽ എന്താ? ഈമാൻ കിട്ടിയില്ലേ എന്നുള്ളതാണ്. അതാണ് നിയമത്ത്. നമുക്ക് ഇന്ന് അത് നിയമത്തായിട്ട് തോന്നുന്നില്ല. ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം ഹിദായത്ത് ഏറ്റവും വലിയ നിഅമത്തായി ബോധമില്ലാത്ത ഖൗമായി മാറി എന്നതാ. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. മുൻകാലത്ത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ പ്രായമുള്ളവരാ. ആരെങ്കിലും മഹല്ലുകളിൽ മരിച്ചാൽ അവരെ റൂമിലേക്ക് നമ്മൾ അങ്ങ് കയറിയാൽ ആ മരിച്ചുപോയ ആളുകളെ കുറിച്ച് ഹസനാത്ത് പറഞ്ഞുകൊണ്ട് അവരുടെ ഖബർ ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടി മനസ്സിരുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കലോടെ മക്കളായ അല്ലെങ്കിൽ പേരക്കുട്ടികളായ നമ്മളോട് പിന്നെ ഉടനെ പറഞ്ഞു തന്നിരുന്നത്, മോനെ അതുപോലെ ഞാൻ മരിച്ചാൽ മാന്റെ കുട്ടി അല്ലെങ്കിൽ വല്യമ്മാന്റെ കുട്ടി ഖബറിൽ വന്ന് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിന്റെ കുഴിയിൽ നിന്ന് കവിൾത്തടങ്ങളിലൂടെ കുടുകുടാ ബാഷ്പം ഒഴുക്കിയിട്ട് ഖബറിനെ കുറിച്ച് പറഞ്ഞു തന്നിരുന്ന വല്യമ്മ എവിടെ? അസ്റായിലിന്റെ വരവിനെ കുറിച്ച് ഭീകരമായി ചിത്രീകരിച്ചിരുന്ന ഉമ്മ എവിടെ? ഖബറിന്റെ ഇരുട്ടിനെ കുറിച്ച് പറഞ്ഞ് തപിച്ച് കരഞ്ഞിരുന്ന വല്ലിപ്പ എവിടെ? ഇല്ല ഇല്ല. അവരൊക്കെ കൊലായിന്ന് പോയി, അവരൊക്കെ നാട് മാറി. ആ സ്ഥാനത്ത് നിന്ന് കുറച്ച് വല്യമാരും കുറച്ച് പെണ്ണുങ്ങളുണ്ട്. അവരുടെ വിഷയത്തിൽ ഖബർ വരുന്നുണ്ടോ? അവരുടെ വിഷയത്തിൽ അസ്റായില് ചർച്ചയ്ക്ക് വരുന്നുണ്ടോ? അവരുടെ വിഷയത്തിൽ ആഖിറം വരുന്നുണ്ടോ? അവരുടെ വിഷയത്തിൽ മഹ്ശർ വരുന്നുണ്ടോ? ഒന്നും വരുന്നില്ല. മദീന പള്ളിയില് വകതിരിവുള്ള കുട്ടികളെ എല്ലാരെയും ബാപ്പാര് കൊണ്ടുവരും. പമ്പേഴ്സ് ഇട്ടെടുക്കുന്ന കേസ് ഇന്നത്തെ കുട്ടികളല്ല, മൂത്രയിക്കുന്ന കുട്ടികളല്ല, വകതിരിവുള്ള കുട്ടികളൊക്കെ കൊണ്ടുവരും. ഒരു 8, 9, 10 വയസ്സായ കുട്ടികളൊക്കെ ബാപ്പാര് കൊണ്ടുവരും നിസ്കരിക്കാൻ. പലരും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖത്താബ് പള്ളിക്ക് എപ്പോഴും കൊണ്ടുപോകും. അവരെ താഴെയുള്ളവരെ മേലുള്ളവരെയൊക്കെ കൊണ്ടുവരും, പേരെ കുട്ടികളൊക്കെ കൊണ്ടുവരും എല്ലാരും. ഒരിക്കൽ പള്ളിയിൽ ഒരു ക്ലാസ് നടക്കുകയാണ്. വിഷയം നരകമാണ്.
അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നരകത്തിൽ വെച്ചുകൊണ്ട് കത്തിക്കപ്പെടുന്നത് കല്ലുകളും മനുഷ്യരുമാണ്. കല്ലുകൾ മനുഷ്യന്മാരും കൂട്ടിയിട്ട് ഇങ്ങനെ കത്തിക്കും. മഅദല്ലാഹ്. ഒരാള് സംശയം ചോദിച്ചു, ആ കല്ല് ചെങ്കല്ലാണോ കരിങ്കല്ലാണോ? അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു, ചെങ്കല്ലല്ല, അവിടെ മനുഷ്യന്റെ തലയോട് കൂട്ടിക്കെട്ടിയിട്ട് കത്തിക്കപ്പെടുന്നത് കരിങ്കല്ലാണ്. അപ്പൊ അതിനെ കുറിച്ച് ചർച്ചയായി. എന്താ അത് കരിങ്കല്ലാവാൻ കാരണം? ചെങ്കല്ല് പെട്ടെന്ന് കത്തും, പെട്ടെന്ന് കെടും. കരിങ്കല്ല് കത്തിയ കെടാൻ പണിയാണ്, അതങ്ങനെ പഴുത്ത് നിൽക്കും, കെടൂല. ചെങ്കല്ല് ചൂടാകുന്നതിനേക്കാളും ശക്തമായി ചൂടാകുന്നത് കരിങ്കല്ലാണ്. ചെങ്കല്ല് കത്തിയാൽ അതിന് പുക ഉണ്ടാവും, പക്ഷെ അതൊരു കറുത്തിരുണ്ട പുക ആവൂല. കരിങ്കല്ല് കത്തിക്കപ്പെട്ടാൽ അതിന് വരുന്ന പുക കറുത്തിരുണ്ട് ഭീകരമായ പുകയാണ്. കരിങ്കല്ലിന് വേറെ പ്രത്യേകത ഉണ്ട്. മനുഷ്യന്റെ ഇറച്ചിനോട് ഒട്ടിയിട്ട് രണ്ടും കൂടി ഒപ്പായിട്ട് കത്തും. ചെങ്കല്ല് അങ്ങനെ കത്തൂല. ഇതുകൊണ്ടാണ് നരകത്തിൽ കത്തിക്കപ്പെടുന്ന കല്ല് കരിങ്കല്ലായത് എന്ന് പറഞ്ഞോടുകൂടി ഒരു സഹാബി ബോധം കെട്ടാണ്ട് പോണു. ഒക്കയില മരിച്ചു. ചിന്തിച്ചോക്കാണെങ്കിൽ അവരെ ഈമാൻ. ആ സദസ്സിലുണ്ടായിരുന്ന ഇബ്നു ഉമർ വീട്ടിൽ പോയിട്ട് വെള്ളം കുടിക്കാൻ പറ്റണില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല. കാര്യം എന്നെ കുട്ടിക്കാരെയാണ്. ഉമ്മങ്ങനെ അടുപ്പുണ്ടാക്കുന്നുണ്ട് വാപ്പാക്ക് മോനക്കും ഭക്ഷണം കൊടുക്കാൻ. അപ്പോ വിറക് ഇങ്ങനെ വെക്കണ സമയത്ത് ചെറിയ ചെറിയ വിറക് ഇങ്ങനെ ഇടയിൽ വെക്കുന്നുണ്ട്, മേലെ വെച്ച വിറകുകൾ വീഴാതിരിക്കാൻ. ഇത് കണ്ടപ്പോൾ കുട്ടി പൊട്ടി പൊട്ടി അട്ടഹസിച്ചുകൊണ്ട് കരയുകയാണ്. ഉമ്മ ചോദിച്ചു, മോനെ കുറെ സമയമായില്ലേ നീ കരയാൻ തുടങ്ങിയിട്ട്, എന്തിനാണ് കരയുന്നത് മോനെ? ഇബ്നു ഉമർ പറഞ്ഞു, ഉമ്മ ഇന്ന് പള്ളിയിൽ മുസ്തഫ നബിയുടെ ക്ലാസ് നരകത്തെ കുറിച്ചാണ്, അത് പേടിച്ചുകൊണ്ട് കരയുകയാണ് ഉമ്മ. അപ്പൊ ഉമ്മ പറഞ്ഞു, ഉമ്മാന്റെ കുട്ടി കരയണ്ട, ചെറിയ കുട്ടികളൊന്നും നരകത്ത് പോകില്ല. അപ്പോ ഈ കുട്ടി പറഞ്ഞു, ഉമ്മ നരകത്തിൽ കത്തിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട വിറകുകൾ മനുഷ്യന്മാരാണെന്ന് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിങ്ങനെ മനസ്സിൽ വെച്ച് വന്നപ്പോഴാണ് ഉമ്മ ഇവിടെ വിറക് കൂട്ടണ ഞാൻ കണ്ടത്. അപ്പൊ നിങ്ങൾ വലിയ വലിയ വിറക് മേലെ വെച്ചിട്ട് കത്തിക്കുമ്പോ ഈ കീഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഇടയിൽ കൊടുക്കണേ ചെറിയ ചെറിയ വിറകിന്റെ ചീളുകൾ പൂളുകളല്ലേ. അപ്പൊ എനിക്ക് പേടിയൊന്നുമ്മ, അബൂജാഹിൽ ഉത്തബത്ത് ശൈബത്തിനെ പോലെയുള്ള വലിയ വലിയ വിറക് മുട്ടികൾ മേലെ വെച്ചിട്ട് താഴെ വീഴാതിരിക്കാൻ എന്നെ പോലത്തെ ചീളെടുത്തിട്ട് നിങ്ങളിപ്പോ വെക്കും പോലെ പഠിച്ചോ നാളെ നരകം കത്തിക്കോന്ന് പേടി വന്നിട്ട് ഞാൻ കാര്യം മാറി. അന്ന് കുട്ടികൾ ചിന്തിച്ചത് അങ്ങനെയാണ്. ഇന്നും കുട്ടികൾ കാര്യമുണ്ട്. പിന്നാലെ നടന്നു നോക്കും എന്തിനാണ് കാര്യണതെന്ന്. അതാ മൊബൈൽ ഒന്നെടുത്ത് പരിശോധിച്ചാൽ മതി, അതിലുണ്ടാവും എന്തിനാ കാര്യം. ഒന്നുകിൽ ഗെയിമായിരിക്കും. ചില ഗെയിമുകൾ കണ്ടാ ചിരിയോണ്ട് ചിരി, ചില ഗെയിമുകൾ കണ്ടാ കരച്ചിലോണ്ട് കരച്ചില്, ചിലത് കണ്ടാ രണ്ടിന്റെ ഇടയില്. ഇതൊരു 10 മണിക്കൂറോ 12 മണിക്കൂറോ സ്ഥിരമായി കാണുകയാണെങ്കിൽ ആത്മഹത്യ ഉറപ്പ്. അങ്ങനത്തെ ഗെയിമുകളാ കുട്ടികൾ കാണുന്നത്. ഇനിയൊരു കാലം വരും, അത് ഒരുപാട് ദൂരെയൊന്നും എനിക്ക് അഭിപ്രായമില്ല. ആ സമയത്ത് ഉമ്മാനെ കൊല്ലാൻ ചുറ്റിക ആവൂല, കത്രികയോ ബ്ലേഡോ ആയിരിക്കും. അതിന് പറ്റുന്ന ഗെയിമുകളാണ് ഇപ്പം കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഞാൻ കേരളത്തിന്റെ സുപ്രധാനമായ ഒരു നഗരത്തിൽ സംഭവിച്ച ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാഷണത്തിന് പ്രാരംഭം കുറിക്കുന്നത്. ഒരു ഓട്ടോ ഡ്രൈവറെ കുറിച്ചാണ് പറയുന്നത്. മാന്യമായി ജീവിച്ചിരുന്ന ആളാണ്. 2-3 കുട്ടികളായ സമയത്ത് മൂപ്പർക്ക് കിട്ടുന്നത് തികയാതെ വന്നപ്പോ ഇയാൾക്ക് സങ്കടമായി. അതാരോടോ ഇയാൾ ഷെയർ ചെയ്തു. ആ സമയത്ത് കേട്ടവൻ പറഞ്ഞു, നേരം വെളുത്ത് വൈകുന്നേരം വരെ അങ്ങാടിയിൽ വെയിൽ കൊണ്ട് നിൽക്കണ്ടോ,
ഇന്ന് കാറുകൾ അധികരിച്ച കാലമല്ലേ, ഓട്ടോക്ക് ഓട്ടം കുറവല്ലേ, നിനക്ക് അധ്വാനമില്ലാതെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാശ് കിട്ടുകയാണെങ്കിലോ നിന്റെ പെൺകുട്ടികൾ വളരുകയല്ലേ, കാശുണ്ടാക്കി അവരെ കെട്ടിച്ചുകൊണ്ട് നിനക്ക് പ്രതാപശാലിയായി അഭിമാനത്തോടെ തലയുയർത്തി ജീവിച്ചുകൂടെ? അധ്വാനം കുറവാണ്, കാശ് കൂടുതലാണ്. ഇയാൾ ചോദിച്ചു അതിനെന്താ മാർഗം? അപ്പൊ അവൻ പറഞ്ഞ മാർഗങ്ങളൊന്നും ഇയാളെ ഈമാൻ അനുസരിച്ചുകൊണ്ട് ഇയാൾ സ്വീകരിക്കണില്ല. പലിശ പറ്റൂല, അത് പറ്റൂല, ഒന്നും പറ്റൂല. ഇയാൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പിറ്റേന്ന് അയാൾ വന്നു, എനിക്ക് ടെൻഷൻ മാറണോ, മറ്റേതൊക്കെ ഉണക്കട്ടെ, ടെൻഷൻ മാറണോ, ടെൻഷൻ മാറണം, അല്ലെങ്കിൽ ഞാൻ ഈ നിലയിൽ പോയാൽ എന്റെ ജീവൻ പോയി പോകും, എനിക്ക് ടെൻഷൻ മാറണം. എന്നാൽ അതിനൊരു ചെറിയ സൈസ് മരുന്നിന്റെ അടുത്തുണ്ട്, നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ തരാം, ഈ ഒരു പൈസ തരണ്ട, വീട്ടിക്ക് കൂട്ടി കൊണ്ടുപോയി കുറഞ്ഞ പൊടി കൊടുത്ത് അത് ഇവിടെ വെച്ചാൽ മതി. ഇയാളോട് ഇയാൾക്ക് തോന്നി ഉസ്താദുമാരെ ദിക്റല്ലേ ടെൻഷൻ പോവും, സലാത്തല്ലേ ടെൻഷൻ പോവും, ദിക്റന്റെ അൽക്കയിൽ പോയിരുന്ന ടെൻഷൻ പോകുന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. ഇതൊന്നാണ്ട് എത്തിയപ്പോ ടെൻഷൻ എവിടുക്ക പമ്പ കടന്നെന്ന് അറിയണില്ല. അപ്പൊ ഇയാള് ദുനിയാവില് സ്വർഗത്തില, എല്ലാ ടെൻഷനും പോയി, വെരി വെരി ഹാപ്പി. ഇയാൾക്ക് ദിക്റുകളൊക്കെ ചെറുതായി തോന്നി, കാരണം ഒരു പൊടിയാണ്ട് എന്നപ്പോഴേക്കും എല്ലാ ടെൻഷനും പോയി. ദിക്റിന് കുറെ നേരം ഇരുന്നാൽ ആടി ഉറങ്ങാന്നല്ല ടെൻഷൻ പോയി കിട്ടില്ല. ഇയാള് പൊടിന്റെ ആളായി, ഇയാൾക്ക് പിറ്റേന്ന് കിട്ടണം പൊടി. ആള് 2-ാം ദിവസവും കൊടുത്തു. ഈ കയറുന്ന പൊടിയാരങ്ങള് MDM വേണം. അയാൾ അതിന്റെ ആളായി മാറി. പലപ്പോഴും ചുണ്ടിന്റെയും പല്ലിന്റെയും ഇടയിൽ ഈ പൊടി തിരികെയിട്ട് വീട്ടിൽ വരുമ്പോ സ്വഭാവത്തിന് വന്ന മാറ്റം കൊണ്ട്, നിസ്കാരത്തിൽ വന്ന മാറ്റം കൊണ്ട്, പെരുമാറ്റത്തിലുള്ള വ്യത്യാസം കൊണ്ട് ഭാര്യക്ക് തിരിച്ചറിവ് കിട്ടി, ഭാര്യ കണ്ടുപിടിച്ചു, ഈമാനുള്ള ഭാര്യ ശകാരിച്ചു. പലപ്പോഴും ഇത് തുടങ്ങിയ ആൾക്ക് നിർത്താൻ കഴിയൂല. തുടങ്ങണതിന്റെ മുമ്പ് ചിന്തിച്ചോളൂ, തുടങ്ങിയാ നിർത്താൻ കഴിയില്ല. ഭാര്യ പലപ്പോഴും പിണങ്ങി കിടക്കാൻ തുടങ്ങി. ഒരു ദിവസം ഇയാൾ ഇതായിട്ട് വന്നു, ഭാര്യ തിരിച്ചപ്പുറത്തേക്ക് മാറിക്കിടന്നു. കിടന്നിട്ട് ഭാര്യ ഗാഠനിദ്രയിലേക്ക് പോയി കൂർക്കം വലിക്കാൻ തുടങ്ങി. ആ സമയത്ത് തൊട്ടടുത്ത റൂമില് ഇയാളുടെ 9 വയസ്സുള്ള പ്രിയപ്പെട്ട മോളാണ്. പതിരാവിന്റെ ഉള്ളറയിൽ MDM വായിൽ വെച്ചുകൊണ്ട് അതിന്റെ മത്തിലോ അതിന്റെ പ്രത്യേകമായ ഒരു ലഹരിയുടെ അവസ്ഥയിലുമായി കിടക്കുന്ന ഈ മനുഷ്യൻ ഉറക്കം കിട്ടാതെ കാലിന്റെ ചുവപ്പ് മാറാത്ത 9കാരി കിടക്കുന്ന റൂമിലേക്ക് എത്തി നോക്കി. ഇരുട്ടത്ത് കിടക്കുന്ന പൊന്നുമോളുടെ ശരീരത്തിലേക്ക് വസ്ത്രങ്ങൾ മുഴുവനും ഒഴിഞ്ഞു വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ അങ്ങ് കയറിക്കിടന്നപ്പോ ഇരുട്ടറയിൽ തന്റെ ശരീരത്തിൽ വാപ്പയാണോ എന്നൊന്നും അറിയാതെ ആ കുട്ടി അങ്ങ് അലറാൻ തുടങ്ങി. അല്ലാ അല്ലാ, ശക്തമായ കുട്ടിയുടെ കരച്ചിൽ കേട്ടുകൊണ്ട് ഉറങ്ങുന്ന ഉമ്മ ഉണർന്നുകൊണ്ട് സടകുടഞ്ഞെഴുന്നേറ്റ് കുട്ടിയുടെ കരച്ചിലുള്ള റൂമിലേക്ക് ഓടുകയാണ്. ലൈറ്റ് ഇട്ട് നോക്കിയപ്പോ നഗ്നനായ ആ കുട്ടിയുടെ പിതാവായ തന്റെ ഭർത്താവിനെ കണ്ട ഈ പെങ്ങളോ അലറി വിളിച്ചു. അയൽവാസികൾ ഓടിക്കൂടി. സ്വന്തം മകളുടെ റൂമിൽ നിന്ന് വാപ്പായെ പിടിച്ചുകൊണ്ട് കയ്യും കാലും കെട്ടി ആ ബെഡിലുണ്ടായിരുന്ന പുതപ്പ് കൊണ്ട് ശരീരം അങ്ങ് മൂടി. പോലീസുകാരെ വിളിച്ചു. ഇന്ന് ഈ മനുഷ്യൻ കോഴിക്കോട് കാരാഗ്രഹത്തിലാണ്. അയാൾ തൗബ ചെയ്തുകൊണ്ട് സ്വാലിഹായി മാറിയിട്ടുണ്ട്. ഇപ്പോഴും കോഴിക്കോട് കാരാഗ്രഹത്തിൽ പാതിരാവിനെ പകലാക്കി നെഞ്ചു പൊട്ടി ചെയ്ത അമളിയുടെ പേരിൽ പൊട്ടിക്കരയുകയാ. ജയിലിൽ കയറിയ ആളുകളെയും കുടുംബക്കാരും ഉറ്റവരും സ്നേഹിതന്മാരും ഇടക്കിടക്ക് പോയി സന്ദർശിക്കാറുണ്ട്. പക്ഷെ ഈ മനുഷ്യനെ കാണാൻ ഒരു കാക്ക പോലും പാറി വരുന്നില്ല. കാരണം ഭാര്യ പറയുന്നു, ആ ചീനാറിയ മനുഷ്യൻ ഇനി എന്റെ ഭർത്താവല്ല,
ഈ മോള് പറയുന്നു, എനിക്കങ്ങനെ ഒരു വാപ്പയില്ല. കുടുംബക്കാർ പറയുന്നു, സ്വന്തം മോളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച ആ പിശാച് ഞങ്ങളെ കുടുംബത്തിൽ ഇന്നില്ല. ഇയാള് പൊട്ടി പൊട്ടി കരഞ്ഞ് സ്വാലിഹായാലും ദുനിയാവിൽ അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ ദുനിയാവിൽ ഒരു പടപ്പമില്ലാതെ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് ജീവനുണ്ടോ, ജീവിതമുണ്ടോ, അഭിമാനമുണ്ടോ, ഇസ്സത്തുണ്ടോ? ഈ അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തെ വഴിമാറ്റിയത് ഇത്തഖുൽ ഖംറ ഫഇന്നഹു ഉമ്മുൽ ഖബാഇസ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ കുടിയൊന്നുമില്ല, ഇപ്പൊ കടിയും വലിയ കുടിന്റെ കാലൊക്കെ കഴിഞ്ഞു. ഇപ്പൊ കുടിയുണ്ടോ? കുപ്പി വാങ്ങിയിട്ട് കുലിക്ക് കുടിക്കുന്ന ആളുകൾ കണ്ടുണ്ടോ? ഇപ്പൊ കുടിയല്ല, അപ്പോ കയറ്റാണ്, അടിച്ചു കയറ്റാണ് മൂക്കിന്റെ ഉള്ളിക്ക്, വായന്റെ ഉള്ളിക്ക്. പിന്നെ പല ഓൾസും ഉണ്ടാക്കി അതിന്റെ ഉള്ളിക്കൊക്കെ ഇഞ്ചക്ട് അടിക്കുകയാണ്. എട്ടും പൊട്ടും തിരിയാത്ത 8ാം ക്ലാസ്സിലെ പൊന്നുമോനും ഇതിന്റെ വിൽപ്പനക്കാരനായി മലയാളക്കരയിലല്ല, മലപ്പുറം ജില്ലയിൽ വരെ, കേരളത്തിൽ എവിടെയെങ്കിലും ഒന്നുമല്ല, നമ്മുടെ പഞ്ചായത്തിൽ വരെ നല്ല നല്ല നിസ്കാരത്തേമ്പുള്ള ആജയന്മാരെ മക്കള് ഇതിന്റെ ഉപഭോക്താക്കളായി മാറി. ചിന്തിക്കണേ, ചിന്തിക്കണേ, അക്കാലത്താണ് എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മോസീബത്തും ബദിരീങ്ങളെ ബറകത്തിനാലെ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു. ഞാനൊരു കാര്യം മാതാപിതാക്കളോട് പറയാം, പ്രത്യേക ഒരു വിഷയമില്ല, ഇങ്ങനത്തെ എന്തെങ്കിലും വിഷയങ്ങളെ എടുത്തിടുക, അതുകൊണ്ടാണ് അതൊക്കെ പറയേണ്ട ഒരു കാലമാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇനിയുള്ള കാലത്ത് മക്കളെ ഭക്ഷണം മാത്രം പോരാ, അതിശക്തമായ ശിക്ഷണവും കൂടി കൊടുത്തിട്ടില്ലെങ്കിൽ മക്കൾ മൊത്തം കേവലമായ കുടിയന്മാരല്ല, കേവലമായ അക്രമികളുമല്ല, നാട് കണ്ട ഏറ്റവും വലിയ കൊലയാളികളായി മാറും. ഒരു സംശയവും വേണ്ട. അഫാൻ ഉമ്മയെ കൊല്ലുന്നതിന്റെ ഒരു മാസം മുമ്പ് കൊല്ലാൻ, ഉമ്മയും അവന്റെ കണക്കിൽ കൊന്നതാണ്, അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത്. അവന്റെ കണക്കിൽ ഉമ്മ ജീവിച്ചിരിപ്പില്ല, കണ്ടപ്പോഴാണ് അറിയണത്. ഉമ്മാനെ കൊല്ലാൻ എന്റെ പ്ലാന്. മൊത്തം 6 ആളുകളെ കേവലം മണിക്കൂറുകൾക്കുള്ളിൽ കൊല്ലാൻ ആ കുട്ടിയെ പാകപ്പെടുത്തിയതിൽ വലിയ പങ്കുണ്ട് ലഹരിക്ക്, അത് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പങ്കുണ്ട് ഗെയിമിന്, പിന്നെ പങ്കുണ്ട് പലിശയ്ക്ക്. ലഅനല്ലാഹു ആകിലഹു വമൂകിലഹു വകാതിബഹു വശാഹിദ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒരു കുടുംബത്തിന്റെ അവസ്ഥ എന്തായി? ആ കുടുംബത്തെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. എന്തായി പോയി? ഈ 3 ഒരു വീട്ടിലേക്ക് കയറി വന്നാൽ മതി, വേണ്ട അതിൽ ഒന്ന് മതി, ഒറ്റ ഒന്ന് മതി, കുടുംബം നശിക്കാൻ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. അതുകൊണ്ട് കാലത്തിന്റെ പോക്ക് ദുരന്തപൂർണമായ പോക്കാണ്. നമ്മുടെ മക്കൾ കൂടുതൽ സമയമുള്ളത് കലാലയങ്ങളിലാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അങ്ങാടിയിലാണ്, അത് കഴിഞ്ഞാൽ കുറഞ്ഞ മണിക്കൂറേ നമ്മുടെ വീട്ടിലുള്ളൂ. ആ ഉള്ള സമയത്തും നമ്മുടെ കൂടെയില്ല. അവര് ഫേസ്ബുക്കിലാണ്, യൂട്യൂബിലാണ്, ഇന്റർനെറ്റ് ലോകത്താണ്, ഡിജിറ്റൽ കഞ്ചാവിലാണ്, രാസലഹരികളിലാണ്, അല്ലെങ്കിൽ കാലിന്റെ ഇടയിൽ ബൈക്ക് വെച്ചുകൊണ്ട്, ബുള്ളറ്റ് വെച്ചുകൊണ്ട് തുമ്പി പോലെ പാറിപ്പറക്കുകയാണ്, അല്ലെങ്കിൽ പുലികളെ പോലെ കടിച്ചു കീറുകയാണ്, അല്ലെങ്കിൽ പെരിച്ചായികളെ പോലെ ഉറക്കൊടിച്ച് നടക്കുകയാണ്. നോയെന്ന് പറയാൻ വാപ്പാക്ക് കഴിയുന്നില്ല, നില്ലടാന്ന് പറയാൻ എളാപ്പ മുമ്പിൽ വരുന്നില്ല, പാടില്ല എന്ന് പറയാൻ പണ്ഡിതന്മാർക്ക് ധൈര്യമില്ല, പോടാന്ന് പറയാൻ നാട്ടില് കാരണവന്മാരില്ല, വിളിച്ചു വരുത്തി തലോടി ഉപദേശിക്കുന്ന ഉമ്മമാർ ജീവിച്ചിരിപ്പില്ല, ഉള്ളവർക്കതിന് ത്രാണിയില്ല. കുട്ടികളെ നന്നാക്കാൻ ആരാ ഉള്ളത്? ഞാൻ 3-4 ദിവസം മുമ്പ് കണ്ണൂര് റെയിൽവേ സ്റ്റേഷനില് രാത്രി ട്രെയിൻ കാത്തിങ്ങനെ ഇരിക്കുമ്പോ എന്റെ അടുത്ത് ചെടകുത്ത മുടിയുമായി കണ്ണൊക്കെ ഉള്ളിലേക്ക് വലിഞ്ഞ് ഓരോ ടെൻഷൻ, ഒരു വല്ലാത്ത വിഷാദ രോഗം ബാധിച്ച ആളെ പോലെ ഒരാൾ എന്റെ അടുത്ത് വന്നു. സലാം പറഞ്ഞു, ജലീൽ റഹ്മാനി ഉസ്താദല്ലേ എന്നൊക്കെ പറഞ്ഞു.
അയാളൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ ചോദിച്ചു നിങ്ങളേതാ? അപ്പൊ അയാളെ ഏതാന്ന് പറഞ്ഞതിനും എന്നോട് ഉസ്താദെ ഖിയാമത്ത് നാൾ അയക്കണില്ലേ എന്ന് വെച്ചിനോട്. ഞാൻ ചോദിച്ചാൽ ഇപ്പൊ അറിയണുള്ളൂ അയക്കണെന്നുള്ളത്. ഖിയാമത്ത് നാളായിട്ട് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളൊക്കെ വലിയ വലിയ അടയാളങ്ങൾ വന്നല്ലേ, അടുത്തിട്ട് എത്ര കാലമായി. ഇപ്പൊ ഖിയാമത്ത് നാളിന്റെ വക്കിലെ നമ്മളുള്ളത്. നിങ്ങളിത് പറയാൻ കാരണം എന്താന്ന് വെച്ചു. അപ്പൊ അയാള് പറഞ്ഞു കുടുംബത്തിൽ വഴക്കുണ്ടാക്കിയിട്ട് മുമ്പ് ഒരു കണ്ണൂർക്ക് ഓടിയതാ. എന്തിനാ വഴക്കുണ്ടാക്കിയ അറിയോ? മോനോട് ഇയാള് ഇങ്ങനെ നല്ല ഇരിക്കും ഉപദേശിച്ചു. മോനെ ഇന്നത്തെ ലോകമാണ്, ഇന്നത്തെ കാലാണ്, എന്റെ കൂട്ടുകെട്ടിൽ കുറെ കുട്ടികൾ MDMന്റെ ആളാണ്, അപ്പൊ എന്റെ കുട്ടി അതിലൊന്നും പോണ്ടാന്ന് പറഞ്ഞതാണ്. ഇത് കേട്ടപ്പോ ഭാര്യ ഇയാളോട് വന്ന് തട്ടിക്കയറുക, നിങ്ങളിപ്പോ അവനോട് ഉപദേശിക്കാനും നിൽക്കണ്ട, കുട്ടികളാകുമ്പോ കുറച്ചൊക്കെ ബടക്കത്തരുണ്ടാവും. കുട്ടികളാകുമ്പോ കുറച്ചൊക്കെ ബടക്കത്തരുണ്ടാവും. നിങ്ങൾ എങ്ങനെയായിരുന്നു ചെറുപ്പത്തില്? ഇത് കുട്ടീനെ ഉമ്മന്നപ്പോ ചോദിക്കണം. അതിൽ ഇയാൾ പറഞ്ഞു ഞാൻ ഉടനെ തുണി കുപ്പാൻ പറ്റിയ ട്രെയിൻ കയറിയാണ്, ഞാൻ പിന്നാട് പോയിട്ടില്ല. അങ്ങനെ ചില ഉമ്മാരുണ്ട്, കുട്ടികളൊപ്പം അങ്ങോട്ട് നിന്ന് കൊടുക്കും. ഈ ഉമ്മാരാണ് കുട്ടികളെ കൊലയാളിയാക്കുന്നത്. മേൽ സംഭവിച്ച വിഷയത്തിലൊക്കെ ഉമ്മാരെ സപ്പോർട്ടാണ്. കുട്ടികൾ എന്ത് പറഞ്ഞാലും നടപ്പിലാക്കി കൊടുക്കുക. പലിശയാണെങ്കിൽ പലിശ, കള്ളാണെങ്കിൽ കള്ള്, മൊബൈലാണെങ്കിൽ മൊബൈല്. ഐഫോൺ ആണല്ലോ ഇപ്പൊ എല്ലാവർക്കും വേണ്ടത്. ആർക്കാ ഐഫോൺ വേണ്ടത്? 10 വയസ്സുള്ള കുട്ടിക്ക്. ഓനെ തൂക്കി വിറ്റാൽ 1 ലക്ഷം ഉറുപ്പ്യ കിട്ടുമോ? ഓനക്ക് വേണ്ടത് 1.5 ലക്ഷം ഉറുപ്പ്യന്റെ മൊബൈലാ. നിങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ശേഷം കൊണ്ടുകൊടുത്ത് നോക്കുകയാണെങ്കിൽ എടുത്തിട്ട് മോന്ത കയറിയും കുട്ടികൾ. ഐഫോൺ ഇവന്റെ അടുത്ത് പൈസ ഉണ്ടോ? ഇങ്ങനെയാണ് കൂടുതൽ വ്യാപിക്കുന്നത്. ഇവന് വേണ്ടത് 1.5 ലക്ഷം രൂപയുടെ മൊബൈലാണ്. അതിന് ആദ്യ ബന്ധയും കാറ്ററിങ്ങിന് പോകും. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ കാറ്ററിങ്ങിന് പോകണ്ടല്ലോ. ബാപ്പ ഗൾഫിലാണ്, കുട്ടി കാറ്ററിങ്ങിന് പോകും. എന്തിനാണെന്നറിയോ? പൈസക്ക്. എന്തിനാണ് ഈ പൈസ? 80% കുട്ടികൾക്ക് ഈ പൈസ ഐഫോൺ വാങ്ങാൻ. അപ്പൊ അവര് കാറ്ററിങ്ങിന് എത്തുപോലും പൈസ കണ്ടായി കിട്ടണില്ല. കാരണം ഒരു ദിവസം പോയാലും 600 റുപ്യ 700 റുപ്യ കൂടി വന്ന് 1000 റുപ്യൊക്കെ കിട്ടുക. ഇതിനാണെങ്കിൽ 1.5 ലക്ഷം റുപ്യ വേണം. അതിപ്പോ ആയി കിട്ടണമെങ്കിൽ ഒരുപാട് ദിവസവും ആ ടെൻഷനിൽ ഇവൻ ഇങ്ങനെ ഇരിക്കും. അപ്പോഴാണ് ഇവന്റെ അടുത്തേക്ക് സൈക്കിളുകാരൻ വരിക. എന്താ മോനെ ഇവിടെ ഇരിക്കണേ? ഒന്നുമല്ല, നിങ്ങളാരാ? അല്ല ഇജ് എന്താ ഇവിടെ ഇരിക്കണേ? ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാണ്. എന്തേ? അപ്പൊ ഇവർക്കിത് അറിയാം, കുട്ടികളുടെ മെന്റാലിറ്റി അറിയാം. ഈ ഇരുത്തം കണ്ടാൽ തന്നെ ഇതൊക്കെ മുഖഭാവത്ത് പഠിക്കാനുള്ള ഒരു ശാസ്ത്രം തന്നെ ഇപ്പൊ ഉണ്ട്. അപ്പൊ ഇത് നോക്കിയാ അറിയാം എന്തിനാ ഇരിക്കണെന്ന്. ആ തിരിച്ചറിവിൽ ഇയാള് പറഞ്ഞു എനിക്ക് ഒരു 4 ദിവസം കൊണ്ട് ഐഫോൺ വേണം. സൈക്കിളിന്റെ ബാക്ക് കയറുന്നു. ഇയാളൊരു പൊടി കൊടുക്കും, ഇന്ന ആളെടുത്ത് കൊണ്ടു കൊടുക്കുന്ന. ഈ സാധനം വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഈ സാധനം 1500 റുപ്യക്ക് 1 ഗ്രാം കിട്ടും. ഇവിടെ വിൽക്കുന്നത് 3500 റുപ്യ. എത്ര ലാഭം? 2000 റുപ്യ. ഇടയിൽ വന്ന ഈ കുട്ടിക്ക് ഇവന് ചോദിക്കണ പൈസ കൊടുക്കും. അങ്ങനത്തെ കുറെ 10 കുട്ടികൾ കിട്ടിയാൽ ഇത് നടക്കുള്ളൂ. 2-3 ആഴ്ച ഈ പൊടി വിതരണം ചെയ്യാൻ ഈ കുട്ടി നടക്കുന്നതോടുകൂടി കുട്ടിന്റെ കയ്യിൽ ഐഫോണായി. എത്ര ക്ലാസ്സിലാവും പഠിക്കണേ? 8ാം ക്ലാസ് അല്ലെങ്കിൽ 9ാം ക്ലാസ്. ബാപ്പ അബുദാബിയിൽ അറബിന്റെ വീട്ടിൽ ആട്ടും തുപ്പും സഹിച്ച് ഇവനെ പോറ്റാൻ വേണ്ടി പാടുപെടുക. ഇവന്റെ കയ്യിൽ 1.5 ലക്ഷം റുപ്യന്റെ മൊബൈൽ. അയാൾക്കാണെങ്കിൽ 3 മാസം കൊണ്ട് 30,000 റുപ്യ തികണില്ല. അതിനേക്കാളും വലിയ ശമ്പളം 9ാം ക്ലാസ് വരെ വാങ്ങുന്നത് ഇവിടെ. സുബ്ഹാനല്ലാഹ്. കേവലമായ ആഴ്ചകളെ കൊണ്ട് ഐഫോണായി, കേവലമായ മാസങ്ങളെ കൊണ്ട് 3 ലക്ഷം രൂപയുടെ ബൈക്കായി. ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് ബൈക്കിൽ ഓടാൻ തുടങ്ങി. കയ്യിൽ 1.5 ലക്ഷത്തിന്റെ ഐഫോണാണ്, കാലിന്റെ ഇടയിൽ 3 ലക്ഷത്തിന്റെ ബൈക്കാണ്. ഇനിയും പാതിരാവിൽ പാറിയ മുടിയുമായി കീറിയ പാൻറ്റുമായി ഊരി ചുറ്റുകയാണ്. ആചാര മോന് ഉറക്കമില്ല. എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, എന്നെ കേൾക്കുന്ന പെങ്ങന്മാരോ, ഈ കുട്ടിയാണ് പിന്നീട് സ്വന്തം ഉമ്മായെ മാനകപ്പങ്കപ്പെടുത്തുന്ന കുട്ടിയായി മാറുന്നത്. ഈ കുട്ടിയാണ് പാതിരാവിൽ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് വാതിൽ തുറന്നു കൊടുത്ത പെങ്ങളോ മാനഭംഗപ്പെടുത്തിയിട്ട് ഗർഭിണിയാക്കിയതിന്റെ പേരിൽ ആ പെങ്ങളോ കയറെടുത്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന റിപ്പോർട്ടുകൾ വായിക്കുന്നില്ല. അത് ഇങ്ങനെയുള്ള കുട്ടികളാണ്.
ഈ ദുനിയാവിന്റെ വഞ്ചനയുടെ യഥാർത്ഥ ചതി തിരിച്ചറിയാത്തവൻ ഈ വഞ്ചനയുടെ മായാ പ്രപഞ്ചത്തിൽ കുടുങ്ങിയിട്ട് നരകത്തിന്റെ കത്തിക്കാളുന്ന വിറകുകൊള്ളിയായി മാറുമേ. നിങ്ങൾ കൃത്യമായി ഉറപ്പിച്ച് അറിയണേ, അന്നമൽ ഹയാത്തു ദുനിയാ ലഅബും വലഹബും ലഅബും വലഹബും വസീനത്തും വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. പടച്ചതമ്പുരാൻ പരസ്യമായി ദുനിയാവിനെ കുറിച്ച് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ 6 കാര്യങ്ങളാണെന്ന് പടച്ചവൻ പറയുന്നത്. ഒന്ന് ലഅബാണ്, മറ്റൊന്ന് ലഹ്വാണ്, മറ്റൊന്ന് സീനത്താണ്, മറ്റൊന്ന് തഫാഖുറാണ്, മറ്റൊന്ന് തകാസുറാണ്. എന്താ ലഅബ്? അലക്ഷ്യമായ കളി, അലക്ഷ്യമായ കളി. ഇന്നത്തെ ഗെയിമും ഇന്നത്തെ നാടകങ്ങളും ഇന്നത്തെ എല്ലാ ഹാസ്യ വിഷയങ്ങളും അതിൽ പെടും. ശരീരത്തിന്റെ ആരോഗ്യത്തിനല്ലാതെ നിസ്കാരം കള്ളാക്കിയിട്ട് പാതിരാവിൽ കളിക്കുന്ന ഫുട്ബോളൊക്കെ അതിൽ പെടും. ലഹുവൻ, ലഹു എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിനെ തൊട്ട് തെറ്റിക്കാൻ അപ്രധാനമായ വിഷയത്തിൽ ജോലിയാകുന്നതിനാണ് ലഹു എന്ന് പറയാം. ഇന്ന് ഈ മൊബൈൽ നമ്മുടെ എത്ര പ്രധാനപ്പെട്ട ഇബാത്തുകളെയാണ് കാർന്നെടുക്കുന്നത്. അതിലുള്ള ജോലിയാവൽ ലക്ഷ്യബോധത്തിൽ നിന്ന് നമ്മൾ അടർത്തിയെടുത്തിട്ട് നമ്മളെ ദുനിയാവിന്റെ പൂജകനായി പാകപ്പെടുത്തി നരകത്തിലേക്കുള്ള വിറകായി നമ്മെ കൃത്യമായി പാകപ്പെടുത്തി എടുക്കുന്നതിൽ കയ്യിൽ പിടിച്ച മൊബൈലിലുള്ള പങ്ക് ഞാൻ പറയാതെ നിങ്ങൾക്കറിയില്ലേ? നമ്മൾ ഓരോ ആളുകളെ ചിന്തിച്ചു നോക്കി, നമ്മുടെയൊക്കെ കയ്യിലുള്ള മൊബൈലുകൊണ്ട് നമ്മൾ ഒരു ദിവസം ചെയ്യുന്നത് ആഖിറത്തിന് വേണ്ടിയാണോ ദുനിയാവിന് വേണ്ടിയാണോ? 1. 2, നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയോ ഇന്ന് ഞാൻ മൊബൈൽ ഉപയോഗിച്ചിട്ട് എനിക്ക് പടച്ചോൻ പൊരുത്തപ്പെടാത്തൊന്നും കാണേണ്ടി വന്നിട്ടില്ല? അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ഹബീബ നബിക്ക് റിപ്പോർട്ട് കിട്ടുമല്ലോ. കാരണം നമ്മുടെ എല്ലാ ചെയ്തികളും ലൈവായി മദീനയിൽ എത്തുന്നുണ്ട്. അപ്പൊ മുത്തനബി കൂടുതൽ സന്തോഷിക്കുന്ന കാര്യങ്ങളാണോ മൊബൈൽ വഴി നമ്മൾ ചെയ്തത്, അതോ അള്ളാന്റെ റസൂലിന് കൂടുതൽ പ്രയാസവും ടെൻഷനും വെറുപ്പും വരുന്ന കാര്യങ്ങളാണോ ചെയ്തത് എന്ന് ആരോടും ചോദിക്കണ്ട, ഒരു ലബോറട്ടറിയും പോകണ്ട. നിങ്ങൾ മനസ്സിലിരുത്തിയിട്ട് ചിന്തിച്ചാൽ നമ്മുടെ മനസ്സകത്തിന്റെ ഉള്ളകം ഇപ്പോൾ തന്നെ റിപ്പോർട്ട് നൽകും. ആ റിസൾട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. നമ്മള് നാളെ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് ഇപ്പം തന്നെ നമുക്ക് വിവരം കിട്ടും. ഇപ്പം തന്നെ നമുക്ക് വിവരം കിട്ടും. അങ്ങനെ പരിശോധിക്കണല്ലോ. ഇന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ കുട്ടി എന്റെ ആത്മസുഹൃത്താണ്, എന്റെ അനുജനാണ്. ഓ എന്നോട് വെച്ചു ഈമാൻ എന്നുള്ളതിനെ എങ്ങനെ നമ്മൾ തെളിവ് ഉറപ്പിക്കുക, ഒരു അലാമത്തുണ്ടോ എന്ന് വെച്ചു. അപ്പൊ ഞാൻ ഹദീസ് ഉദ്ധരിച്ചു കൊടുത്തു. ഇതേ ചോദ്യം സ്വഹാബാക്കളോട് ചോദിച്ചിട്ടുണ്ട് മോനെ എന്ന് പറഞ്ഞു. ഇന്നിപ്പോ 1 മണിക്കൂറും എന്നോട് വെച്ചു. അവ ഞാൻ ഒരു ഹദീസ് ഉദ്ധരിച്ചു കൊടുത്തു. അള്ളാന്റെ റസൂൽ ഒരിക്കൽ സ്വഹാബാക്കൾക്കിടയിൽ കയറി വന്നുകൊണ്ട് ചോദിച്ചു, മൻ അൻതും യാ സ്വഹാബ, മൻ അൻതും യാ അസ്ഹാബി, നിങ്ങളാരാണ് എന്റെ സ്വഹാബാക്കളോ? അവർ പറഞ്ഞു, നഹ്നുൽ മുഅ്മിനൂന യാ റസൂലല്ലാഹ്, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് നബിയേ. ഉടനെ തന്നെ മുത്തു മുസ്തഫാന്റെ ചോദ്യം, വമാ അലാമത്തു ദാലിക, നിങ്ങൾ മുഅ്മിനാണ് എന്നതിന്റെ തിരിച്ചറിയൽ കാർഡുണ്ടോ? ഞാൻ ഇന്ത്യക്കാരാണ് എന്നതിന് ആധാരമുണ്ടോ? മലപ്പുറം ജില്ലക്കാരനാണ് എന്നതിന് തെളിവുണ്ടോ? എനിക്ക് എന്റെ വലിയ പറമ്പിലെന്ന ഇനീഷ്യലിന് തെളിവുണ്ടോ? എന്റെ വാപ്പ ആരാണെന്നതിന് തെളിവുണ്ടോ? എന്റെ ഉമ്മ ആരാണെന്നതിന് തെളിവുണ്ടോ? ഞാൻ ഏത് സ്കൂളിൽ പഠിച്ചതാണെന്നതിന് തെളിവുണ്ടോ? എന്റെ വയസ്സ് എത്രയാണ് എന്നതിന് എനിക്ക് തെളിയിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ എനിക്ക് ഈമാനുണ്ട് എന്നതിന് തെളിവുണ്ടോ? അത് എന്റെ വാപ്പ മുഅ്മിനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജബ്ബാർ മാഷ വാപ്പയും മുഅ്മിനല്ലോ, ജാമിദ ചേച്ചിയുടെ വാപ്പയും മുഅ്മിനല്ലോ, ആരിഫിന്റെ വാപ്പയും മുഅ്മിനല്ലോ. വാപ്പ മുഅ്മിനാണെന്ന് പറയുന്നത് നമുക്ക് ഈമാനുണ്ടെന്നതിന് തെളിവല്ല. വല്ലിപ്പ വലിയാണെന്ന് പറയുന്നത് നമുക്ക് ദീനുണ്ട് എന്നതിന് തെളിവില്ല. നമുക്ക് ഉണ്ട് എന്നതിന് തെളിവ് എന്താണ്?
അള്ളാന്റെ റസൂലിന്റെ ചങ്കിൽ കുത്തുന്ന കൽബിൽ തറക്കുന്ന കൂനയുള്ള മുനയുള്ള ചോദ്യത്തിന് മുമ്പില് സ്വഹാബാക്കൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് നിഅമത്ത് വന്ന നഹ്നു നശ്കുറു യാ റസൂലല്ലാഹ് വനസ്ബിറു അലൽ ബലാഇ യാ റസൂലല്ലാഹ് വനർളാ ബിൽ ഖളാഇ യാ റസൂലല്ലാഹ്. നിഅമത്ത് വന്നാൽ ഞങ്ങൾ ശുക്ർ ചെയ്യും നബിയേ, മുസീബത്ത് വന്നാൽ ഞങ്ങൾ ക്ഷമിക്കും നബിയേ. അല്ലാഹുവിന്റെ ഹബീബ്, അല്ലാഹ് എന്ത് തന്നാലും ഞങ്ങൾ തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ട് അടങ്ങിയിരിക്കും യാ റസൂലല്ലാഹ്. ഇനി സാസിലുള്ള എനിക്ക് നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് ഈ 3 ക്വാളിഫിക്കേഷൻ ഉണ്ട്? എന്താണ്? ശുക്ർ, സ്വബർ, റിള, ഈമാൻ. അത് തിരിച്ചറിയൽ കഥ. അല്ലാതെ വാപ്പാനെ നിസ്കാരത്താമ്പക്ക് നോക്കിയിട്ട് അതിന്റെ മോനാന്ന് കബർ പോലൊന്നും വിവരാണ്ട് അറിയോ? തന്നെ മൺട്രാപ്പൂക്കാന്ന് നോക്കുമ്പോ എന്നോടോ എന്റെ വാപ്പ ആരാ നിങ്ങൾക്ക് അറിയില്ലെന്ന് വെച്ചാൽ മോന്താണ്ട് കാര്യം. അത് ലോകം പേരെ ഇവിടുന്ന് പഠിച്ചു പോയിട്ടും കാര്യമില്ല. മൺട്രപ്പൂക്ക അള്ളാഹു റബ്ബിന്ന് പെണ്ണുങ്ങളും നിങ്ങളും കൂടി ആണ്ടോണ്ടും കൂടി കളിക്കുക, അല്ലെ കാക്കി അഞ്ചനും കൂടി ചോദിക്കച്ച് മുൻകറിനെ കയറാവും, ഞാൻ മയ്യത്താവാം. മൺട്രപ്പൂക്ക അള്ളാഹു റബ്ബി, ആ ധൈര്യമായി നമുക്ക് മറുപടി ഇട്ടല്ലോ. അതൊക്കെ ദുനിയാവിലെ പരീക്ഷ നടക്കും. SLC പരീക്ഷ വരുമ്പോ എങ്ങനെ ആണ്ടോണ്ടും നമ്മൾ ആണ്ടും പറഞ്ഞു കളിച്ചാൽ പെട്ടെന്ന് മനപ്പാടാവും ചെയ്യും, എഴുതാനും പറ്റും. അത് ഇവിടെ പറ്റും. ഇവിടെ എഴുതാനാണെങ്കിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഞാനൊക്കെ തീരെ തിരിയാത്ത എന്തെല്ലാം എഴുതിച്ചിട്ട് മാർക്ക് വാങ്ങിക്കണോ നിങ്ങള്? A+B ആൾ സ്ക്വയർ ഈക്വൽ ടു A² + B² + 2AB. എത്ര മെനക്കെട്ടിട്ടാ പഠിച്ചിരിക്കണം? ഇന്ന് വരെ ഇതെന്താ നിങ്ങൾക്കറിയില്ല. മാർക്കന്ന് കിട്ടും ചെയ്തു, മാർക്ക് കിട്ടി. ഇന്ന് വരെ എന്താന്ന് എനിക്കറിയില്ല. ഞാൻ എന്നെ പഠിപ്പിച്ചൊരു മാസോട് വെച്ചിട്ട് ആൾക്ക് അത്രയും അറിയില്ല. പഠിപ്പിച്ച ദുനിയാവിൽ മാർക്ക് വാങ്ങാൻ ഈ പറയണ എന്താന്ന് മനസ്സിലാവണമെന്നൊന്നുമില്ല. അതാണ്ട് എഴുതി കൊടുത്താൽ മതി. നീ കോപ്പി അടിച്ചാലും ജയിക്കും ചെയ്യും. എന്നാലേ മനപ്പാടാക്കി പോയ ജയിക്കണ സ്ഥലമല്ല കബറ്. മനപ്പാടാക്കി പോയിട്ട് കാര്യമില്ല. പ്രാക്ടിക്കൽ ജീവിക്കണം. എന്നാ വല്ലാതെ മനപ്പാടാക്കിയിട്ടില്ലെങ്കിലും അവിടെ നാം മറുപടി കൊണ്ടുവരും. അല്ലാഹു റബ്ബി. അല്ലാതെ അവിടെ നിന്ന് ഇങ്ങനെ മനപ്പാടാക്കി മെമ്മറിയിൽ വെച്ചിട്ട് കാര്യമില്ല. അമല ചെയ്താലേ കാര്യം. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? അലാമത്തായിട്ട് എന്തുണ്ട്? ഈ 3 എണ്ണത്തിൽ ഏതാ ഉള്ളത്? നിയമത്ത് വന്ന ശുക്രുണ്ടോ? എന്ത് ശുക്രാ നമുക്കുള്ളത്? ഇപ്പൊ ഏറ്റവും വലിയ നിയമത്ത് എന്താണ്? ഹിദായത്തല്ലേ? നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്ര വലിയ ബുദ്ധിരാക്ഷസന്മാർക്കുണ്ട്. അവർക്കൊക്കെ റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് പെടാൻ പറ്റിയോ? എത്ര വലിയ സാഹിത്യകാരന്മാരുണ്ട്, റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് പെടാൻ പറ്റിയോ? എത്ര വലിയ പണക്കാരുണ്ട്, ഹബീബിന്റെ ഉമ്മത്ത് പെടാൻ പറ്റിയോ? മുസ്ലിമായി മുത്തനബിന്റെ ഉമ്മത്ത് പെട്ടു. ഇത് ഈ ലോകത്ത് ഒരാൾക്ക് അള്ളാഹു ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതിന്റെ മേലനില്ല, അതിന്റെ മേലനി അനുഗ്രഹം ഇല്ല. ആ ടോപ്പ് അനുഗ്രഹം നമുക്ക് തന്നത്. അതിന് യഥാവിധി ഒരു ശുക്ർ ഈ ഇരിക്കുന്ന സമയം വരെ ഞാൻ നിങ്ങളോടല്ല, ഞാൻ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എന്ത് ചോദിക്കും? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇതില്ലാതിരുന്ന എന്താ ബുദ്ധിമുട്ട് തരോ? ഈ നിയമത്തെടുത്തിട്ട് അള്ളാഹു താല വേറൊരു അയ്യപ്പനോ പറങ്കൂടനാണ്ട് കൊടുക്കും. ഓന്റെ കുഫർ എടുത്തിട്ട് ഇങ്ങോട്ടും ഫിറ്റ് ചെയ്യും. അത് നമ്മളങ്ങനെ ചെയ്യലുണ്ടല്ലോ. നമ്മളെ മൂത്ത മോനെ നല്ലൊരു സൈക്കിൾ വാങ്ങിക്കൊടുത്ത് ഓനെ ശ്രദ്ധിക്കണില്ല, അങ്ങോട്ട് തട്ടിയിട്ട് ഇങ്ങോട്ട് തട്ടിയിട്ട് നമ്മളാ സൈക്കിൾ എടുത്തിട്ട് വേറെ ആൾ കൊടുക്കൂലേ? ഈ നിയമത്താകുന്ന ഈമാൻ എടുത്തിട്ട് ഇങ്ങോട്ട് ഊരിയിട്ട് വേറെ ആൾ കൊടുക്കും, അവന്റെ കുഫർ എടുത്തിട്ട് ഇങ്ങോട്ടും കൊടുക്കും. അതാണ് ഗസാലിമാൻ പറഞ്ഞത്, ഒരു കാഫറായ മനുഷ്യനെ കണ്ടാലും നീ ഞെളിയണ്ട, നീ അവനെ നിസ്സാരപ്പെടുത്തിട്ട് നീ പൊന്തണ്ട, കിബർ വേണ്ട. കാരണം നിന്റെ നാളത്തെ അവസ്ഥ അവന്റെ അവസ്ഥയായിരിക്കാം, അവന്റെ അവസ്ഥ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് മടങ്ങി വരാം. അതുകൊണ്ട് കാഫറിനെ കണ്ടാലും ഇൻസൾട്ട് ആക്കണ്ട എന്നാണ് ഇമാം ഗസാലി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ലോകത്ത് ഭൂമിയിൽ നിന്നിട്ട് അർശ് കണ്ടുകൊണ്ട് അവിടെ എഴുതപ്പെട്ടിരുന്നത് വായിച്ചിട്ട് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ തക്കവണ്ണം വിലായത്തിന്റെ കണ്ണുണ്ടായിരുന്ന, പാണ്ഡിത്യവും ഉണ്ടായിരുന്ന, ഇബാദത്തും ഉണ്ടായിരുന്ന പലരോ മരിക്കുന്ന സമയത്ത് കാഫറായി ചത്തുപോയിട്ടുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതാണ് ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. ഞാൻ എത്രയോ സ്വഹാബാക്കളെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ഈമാനിന്റെ വിഷയത്തില് പേടിയിലാണ്.
إلهي لست للفردوس يا غلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. ഈ പേടി അങ്ങോട്ട് ഉള്ളിൽ കടക്കണം. എന്നാ പേടി ഒരു അലാറാണ്, നമ്മളെങ്ങനെ ഇട്ടിട്ട് പ്രവർത്തിപ്പിക്കും. പള്ളിയൊക്കെ കൊണ്ടുപോകും, ജമാഅത്തിൽ പങ്കെടുപ്പിക്കും, ഖുർആൻ ഓദിപ്പിക്കും, സലാത്ത് എല്ലിപ്പിക്കും. ഉള്ളിക്കൊരു കാഴ്ചാണ്ട് കയറി കിട്ടിയാൽ മതി. അത് നിങ്ങോട്ട് കയറുന്നില്ല, ഉള്ളിക്ക് നിങ്ങോട്ട് കയറി കിട്ടുന്നില്ല. കാരണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കയറി കിട്ടുന്നില്ല. അതിന് പ്രധാനപ്പെട്ട തടസ്സം കയ്യിലുള്ള മൊബൈൽ മാത്രം. കയ്യിലുള്ള മൊബൈലാണ് അതൊരു ലഹരിയാണ്. മൊബൈൽ തന്നെ ലഹരിയാണ്. MDMന്റെ കാര്യമൊന്നും പറയണ്ട. ഈടെ അടുത്ത് ലഹരി വിരുദ്ധ ക്ലാസ് എടുക്കുന്ന ഒരാളെ കയ്യിൽ നിന്നാണ് 3 കിലോ കഞ്ചാവ് പിടിച്ചത്. ആള് ലഹരി വിരുദ്ധ ക്ലാസ് എടുക്കുന്ന ആളാ. ആളെ കയ്യിൽ നിന്നാണ് 3 കിലോ കഞ്ചാവിന്റെ പൊതി പിടിച്ചത് പോലീസുകാർ. നോക്കുമ്പോ ഇയാൾ ഒരു ക്ലാസ് എടുത്ത് വരുമ്പോ വാങ്ങിയതാ. ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തിട്ട് വരുമ്പോ കഞ്ചാവ് വാങ്ങിട്ട് വെക്കുക. ഈ ക്ലാസ് കേൾക്കുന്ന കുട്ടികളുണ്ട്. നന്നാണ്. ഒരു മാഷ് ലഹരിയിൽ നിന്ന് ചെറുപ്പക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൂടുതൽ പ്രസംഗിക്കാതെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ട് ഒരു ഹാളില്, അന്ന് കള്ളുടി വ്യാപിക്കണ കാലമാണ്, എല്ലാരും പിടിച്ച് നിരത്തി ഇരുത്തി ഇയാളിങ്ങനെ ക്ലാസ് തുടങ്ങി. അപ്പോ 1-2 കാലിയായ ബോട്ടിൽ ഇയാളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിലൊരു ബോട്ടിലിനുള്ളിൽ ഒന്നായിട്ട് കൂറയാണ്. അയാള് കുറച്ച് ലഹരി കള്ളെടുത്തിട്ട് ഈ കൂറകൾ നിറഞ്ഞിരിക്കുന്ന ബോട്ടിലേക്ക് കള്ളൊഴിച്ചിട്ട് കുലുക്കി കൂറകളൊക്കെ ചത്തുപോയി. അത്ര വിഷാണെന്ന് അറിയിക്കാനാണ് അത് കാണിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ടോടുകൂടി ബുദ്ധിയുള്ള ആളുകളൊക്കെ ഇതിന്ന് ഒഴിവാവില്ല. കാരണം കൂറകള് ശരീരത്തിൽ തട്ടിയപ്പോഴേക്ക് കൂറകൾ ചത്ത്. അത് അതിനല്ല ഒരു മോന്തണത്. അപ്പൊ അയാളെ ഇത് കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, എന്ത് തോന്നണമെന്ന് ചോദിച്ചു. അതിലൊരാൾ നീച്ചിട്ട് ചോദിച്ചു, ഇപ്പൊ ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഈ സാധനം കുടിച്ചാൽ വയറ്റിന്റെ ഉള്ളിലുള്ള എല്ലാ കീടങ്ങളും ചത്തുപോകുന്നതാണ്, അതുകൊണ്ട് ഇത് നിർത്താൻ പാടില്ല, A ക്ലാസ് മരുന്നാന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ആൾക്കാരാണ് ക്ലാസ് എടുക്കുന്നത്. ലഹരിയൊന്നും ഗവൺമെന്റ് മൊത്തം നിരോധിക്കുന്ന ഒരു കാലം കാത്തിരിക്കണ്ടോ, ഉണ്ടാവൂല. കാരണം ഏത് ഗവൺമെന്റ് മാറി വന്നാലും ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒന്ന് ലഹരിയാണ്. എങ്ങനെ ഒരു പിന്നെ നിരോധിക്കുക? വരുമാനം കുറയും. ഇനി ഇത് കൂടുക എന്നല്ലാതെ, ഇപ്പൊ രാസലഹരിക്കെതിരെയുള്ള ഒരു മുന്നേറ്റമൊക്കെ നടത്തുന്നുണ്ടെന്നല്ലാതെ ഇത് അടച്ചുപൂട്ടുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ വരും എന്നൊരു പ്രതീക്ഷ എനിക്കില്ല. അപേക്ഷികമായിട്ട് കുറഞ്ഞേക്കാം, അപേക്ഷികമായിട്ട് ചില ആളുകൾ എന്നാ കുറഞ്ഞേക്കാം. പൂർണ്ണമായിട്ട് എടുത്തുപോയ വരുമാനമൊക്കെ മുട്ടിയല്ലേ, എവിടെ പോകും? പിന്നെന്താ വേണ്ടത്? നമ്മൾ ബോധോദയം കൊടുക്കുക കുട്ടികൾക്ക്. ഇതാണ് രക്ഷിതാവ്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ തിന്നാൻ കൊടുക്കുന്ന ആള് എന്നല്ല. അത് എരുമന്റെ കുട്ടിക്ക് തിന്നാൻ കൊടുക്കണ്ടേ, നമ്മളെക്കാൾ ഉഷാറായിട്ട് കൊടുക്കുന്നുണ്ട്. കാട്ടിലാണ്ട് പോയ ആനക്കുട്ടിക്ക് തിന്നാൻ കൊടുക്കണേ മൂത്താപ്പല്ല, ആനയാണ്. തിന്നാൻ കൊടുക്കണോണ്ട് വാപ്പാവോ? കുടിക്കാൻ കൊടുക്കണോണ്ട് വാപ്പാവോ? പൊരണ്ടാക്കി കൊടുക്കണോണ്ട് വാപ്പാവോ? ഇതൊക്കെ ഏകദേശം മൃഗങ്ങളും ചെയ്യുന്നതാണ്. കുട്ടികൾ ഉണ്ടാക്കിയോണ്ട് വാപ്പാവോ? ബയോളജിക്കലി വാപ്പാവാൻ അങ്ങനെയാണെങ്കിൽ ആനക്ക് കഴിയില്ലേ, കുതിരക്ക് കഴിയില്ലേ, പോത്തിന് കഴിയില്ലേ, ചെമ്പോത്തിന് കഴിയില്ലേ, ആനക്കും കുഴിയാനക്കും കഴിയില്ലേ? ബയോളജിക്കലി വാപ്പയാവാൻ വാപ്പാ ഉമ്മാന്ന് പേരിടില്ല എന്നല്ലേ ഉള്ളൂ. അതുകൊണ്ടായോ? രക്ഷിതാവ് എന്നതിന്റെ വിവക്ഷ അതല്ല. നിന്റെ കുട്ടിയുടെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും വികാസത്തിന്, പ്രകാശത്തിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞെങ്കിലോ അത് രക്ഷിതാവാ. ഞാൻ ചോദിക്കട്ടെ, നിന്റെ മോന്റെ ശരീരത്തിന്റെ സുരക്ഷത്തിന് വേണ്ടി നീ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിനാണ് നീ അബുദാബിയിൽ പോകുന്നത്, ദുബായിൽ പോകുന്നത്, അമേരിക്കയിൽ പോകുന്നത്. 4 ദിവസം മുമ്പ് വാതിന് പോയ സമയത്ത് കാസർഗോഡ് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ആ വീട്ടുകാരൻ ലണ്ടനിലാണ്. അദ്ദേഹം വാതിന് വേണ്ടി മാത്രം വന്നതാണെന്ന് പറഞ്ഞു. ലണ്ടനിൽ പോയത് അദ്ദേഹത്തിന്റെ ആവശ്യത്തിനല്ല, മക്കളെ പോറ്റാനാണ്. പക്ഷെ ഇതൊക്കെ പോകുന്നത് ശരീരത്തിലേക്കാണ്. ആ സമയത്ത് ഞാൻ ചോദിക്കട്ടെ, മോന്റെ റൂഹില്ലയോ, ആത്മാവില്ലയോ, കൽബില്ലയോ? ആ കൽബിലേക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, വെള്ളം കൊടുക്കണ്ടേ, പുഷ്ടിപ്പെടുത്തണ്ടേ? അതാണ് രക്ഷിതാവ്. അതിന് നമ്മൾ എന്ത് ചെയ്തു? പടച്ചോൻ വിടൂല. നിസ്കാരത്തിന് വലിപ്പുണ്ടായിട്ട് കാര്യമില്ല, പടച്ചോൻ കാലിളകാൻ വിടൂല. ഇപ്പൊ കുറച്ച് രക്ഷിതാക്കളുണ്ട്, സ്വന്തം പള്ളിയും ജമാഅത്ത് ഇമാമും കത്തം തീർക്കലും ഒരു കഥയാണ്. പക്ഷെ മോനെ MDMന്റെയും പെണ്ണിന്റെയും ആളായിട്ട് നടക്കും. ഓന്റെ മൊബൈൽ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. നമ്മളെ കുട്ടീന്റെ മൊബൈൽ എടുത്ത് നോക്കിയാൽ ആ വീട്ടിൽ നിന്ന് എത്ര ആൾക്കാർ നരകത്ത് പോകുന്നു കിട്ടും. എന്താ സ്ഥലം അങ്ങനെ നിങ്ങൾ പറഞ്ഞു? ഓന്റെ മൊബൈൽ കോച്ചറായി തരും, തെമ്മാടിത്തരം ഉണ്ടെങ്കിൽ ഓനല്ല പോവാ? അല്ല, ഓൻ പോണതിന് മുമ്പ് നിസ്കാരമുള്ള വാപ്പാൻ നീ പോവും.
ഇവിടുന്ന് നമ്മൾ പറയലുണ്ട് ബാപ്പാനും ഇമ്മാനും കാലിന്റെ അടിയിലാണ് മക്കളെ സ്വർഗം എന്ന്. അത് ശരി തന്നെയാണ്. പക്ഷെ നാളെ ആഖിറം തിരിഞ്ഞൊത്തും മക്കളുടെ കാലിന്റെ അടിയിലാണ് ബാപ്പാനും ഇമ്മാനും സ്വർഗം. അത് നാളെ അവിടുന്ന് വരാൻ പോകുന്നു. എന്താ അങ്ങനെ? നിങ്ങൾ സ്വർഗത്ത് പോകാൻ സെറ്റായിട്ട് നിൽക്കുകയാണ്. കാരണം കഴിഞ്ഞ റമളാന് തറാവി നിങ്ങളൊക്കെ ഒരു കഥയല്ലായിരുന്നോ? അത് കഴിഞ്ഞിട്ട് ചിലർ പറയുന്ന അവസാനത്തെ 10 മൊത്തം ഖിയാമുല്ലയിൽ അടുത്തല്ലേ എന്ന് ചോദിക്കും. എന്നോട് വെച്ചിരുന്നു. തറാവിയാണ്ട് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഒന്ന് ചോറ് വെച്ചിട്ട് വന്നാൽ നമ്മൾ സുബീരെ ഖിയാമുല്ലയിലും നിൽക്കല്ലേ എന്ന്. ഞാൻ പറഞ്ഞ ആവശ്യമില്ലാത്ത വർത്തമാനം പറയുന്നുണ്ട്. അങ്ങനെ കുറെ ഇവിടെ ആൾക്കാരുണ്ടാവും. അങ്ങനെ എല്ലാം കൂടി ഒരു കഥയാണ് നമ്മള്. പക്ഷേ ആ സമയത്ത് മോനെവിടെ? ഖിയാമുല്ലയിലില്ല. ഖിയാമിന് അതിന് കാലുമ 2 കാലുമ ശരിക്കും നിൽക്കാൻ പറ്റണ്ട. പിന്നെ ഖിയാമിന് ആമലിഫ് എഴുതിയ പോലെ നടക്കുന്നത്. പിന്നെ എങ്ങനെ ഖിയാമുല്ലയിലാകാം? ഈ മോന്റെ വാപ്പുണ്ടല്ലോ ഖിയാമുല്ലയിലല്ല, തത്തം തീർക്കലല്ല, എന്ത് നിസ്കരിച്ചിട്ടും കാര്യമില്ല. നാളെ ഈ മോന് ബാപ്പാനെ തിരിഞ്ഞു കൊത്തും. സ്വർഗത്തിലേക്ക് ടോക്കം പിടിച്ചുകൊണ്ട് പാറിപ്പറക്കാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പച്ചിയെ നോക്കി MDMന്റെ ആളായ, പാസ്പാസിന്റെ ആളായ, വോഡ്കിന്റെ ആളായ, റോക്കിന്റെ ആളായ, രാസലഹരിയുടെ ആളായ, ഡിജിറ്റൽ കഞ്ചാവിന്റെ ആളായ, മൊബൈൽ കൊണ്ട് പാതിരാവിൽ പെണ്ണുങ്ങളാകുന്ന പെടക്കോഴികളെ കയറാൻ പൂവൻകോഴിയായി പാറി നടന്ന് നിന്റെ ചെറുപ്പക്കാരനായ മോനില്ലോ, ആ മോന് നിസ്കാരത്തെ നീ പാലാറ് വീനാറ് കളകളാറവം മുഴുക്കി ഓടുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗത്തിലേക്ക് പോവാൻ കാത്തിരിക്കുന്ന രംഗം കണ്ടുകൊണ്ട് നെഞ്ചു പൊട്ടി കെഞ്ചുകയാ, അല്ലാ അല്ലാ അയ്യാലസല എന്ന് പള്ളിയിൽ നിന്ന് വിളിയാളം കേട്ട് ഓടിപ്പോകുന്ന സമയത്ത് ഈ മനുഷ്യൻ പള്ളിയിലേക്ക് തൊപ്പിയിട്ട് ഓടുമ്പോ ഞാൻ ഫുട്പാത്തിലിരുന്നു കൊണ്ട് സ്നേഹിതന്മാരുടെ ഇടയിൽ മൊബൈൽ തുറന്നുകൊണ്ട് കളിക്കുന്നത് എന്റെ വാപ്പ കണ്ടിട്ടുണ്ടോ, എന്റെ വാപ്പ കണ്ടിട്ടുണ്ടോ, എന്റെ ഉമ്മ അറിഞ്ഞിട്ടുണ്ടോ? അല്ലാ അല്ലാ, ആ സമയത്തെങ്ങാനും ഈ മനുഷ്യൻ എന്നെയും കൂടി പള്ളിയിലേക്ക് വിളിച്ചിരുന്നെങ്കിലോ, അയാളെ പേടിച്ചിട്ടെങ്കിലും ഞാൻ പോയിരുന്നു. അല്ലാ, എന്നെ വിളിച്ചില്ല, എനിക്ക് പറഞ്ഞു തന്നില്ല, നിന്നെ പഠിപ്പിച്ചില്ല, നിന്നെ പറയുന്ന ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ വിങ്ങുമാറിയത്, അതുകൊണ്ടാണ് ഞാൻ റൗഡിയായത്, അതുകൊണ്ടാണ് ഞാൻ ബുള്ളറ്റിൽ കറങ്ങിയത്, അതുകൊണ്ടാണ് ഞാൻ മൊബൈലിൽ പ്രണയം തുടങ്ങിയത്. എനിക്കുള്ള നിഷ്കളങ്കമായ സ്നേഹം എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയില്ല. അപ്പൊ സ്നേഹം കിട്ടാതെ ദാഹിച്ചു നടക്കുന്ന സമയത്താണ് ഒരു പെണ്ണൊരുത്തി എന്നോട് ചിരിച്ചത്. ആ ചിരിയുടെ വഞ്ചന അറിയാതെ പുഞ്ചിരിയിൽ വീണുപോയതാ. അല്ലാ അല്ലാ, അതിന് കാരണം ഈ നിസ്കാര തേമ്പുള്ളന്റെ വാപ്പയാ, മൊക്കനയിട്ട് എന്റെ ഉമ്മയാണ് എന്ന് സ്വർഗത്തിലേക്ക് ടോക്കം കെട്ടി പാറിപ്പറക്കാൻ കാത്തിരിക്കുന്ന വാപ്പച്ചയെ ഉമ്മച്ചയെ നോക്കിയിട്ട് +2 കാരൻ പറഞ്ഞ, SLC പഠിക്കുന്ന പെൺകുട്ടി പറഞ്ഞ, റഹ്മത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെട്ടുകൊണ്ട് സ്വർഗീയ ഉദ്യാനത്തിലേക്ക് പ്രവേശിച്ച സമയമുണ്ട്. കടക്കാൻ കാത്തിരിക്കുന്ന വാപ്പയോട് ഉമ്മയോട് സബാനിയാക്കളായ മലക്കളോട് പടച്ചവൻ കൽപ്പിക്കുകയാ, ആ മനുഷ്യന്റെ മക്കള് നരകത്തിൽ പോകുന്നതിന്റെ മുമ്പ് ആ ബാപ്പയെ ഉമ്മയെ നരകത്തിലേക്കിട്ടോ മലക്കുകളോ എന്ന് അല്ലാഹു പറയുമെന്ന്. തെറ്റാത്ത നാക്കിന്റെ വാക്കിന്റെ സത്യത്തിന്റെ നീതിയുടെ നന്മയുടെ സത്യസന്ധതയുടെ നിലാവേ, ഹൃദയത്തിന്റെ ഹാരിയോ, കൽബിന്റെ തബിലയോ, സദറിന്റെ മിസ്ബാഹ്, കിനാവിന്റെ രോമാഞ്ചമേ, കരളിന്റെ കുളിരോ, ഹൃദയത്തിന്റെ ദർപ്പണമേ, വിശ്വാസത്തിന്റെ വിമോചകരോ, അല്ലാഹുവിന്റെ മുത്തേ, ലോകത്തിന്റെ സത്തേ, മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഹൃദയങ്ങൾ
തിരിയേണ്ടത് മദീനയിലേക്കാണ്. കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആദാബുൻ നബവിയ്യയാണ്. നിന്റെ കുട്ടിയുടെ ഹൃദയത്തിൽ നീ കുത്തിവെക്കേണ്ടത്, പ്രിയപ്പെട്ട പിതാവേ, മദീനയുടെ പൂനിലാവിനോടുള്ള ഹൃദയത്തിന്റെ തേട്ടമാണ്, കാരുണ്യത്തിന്റെ നോട്ടമാണ്, ഹൃദയത്തിന്റെ ചാഞ്ചാട്ടമാണ്, റൂഹിന്റെ അഭിരുചിയാണ്, മസ്തിഷ്കത്തിന്റെ ശക്തിയാണ്. പുണ്യവാളനായ മുത്തിനെ ഹൃദയത്തിൽ വഹിച്ചാലുള്ള ഭാവിയുടെ പ്രതീക്ഷയാണ്. നിന്റെ കുട്ടി ഇപ്പോൾ MDMന്റെ ആളായത് അവന് സിനിമ കണ്ടതുകൊണ്ടാണ്. സിനിമയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സ്വാലിഹീങ്ങളെയല്ല, ഫാസിഖീങ്ങളെയാണ്. മലയാളക്കരയിൽ അറിയപ്പെട്ട നിപുണനായ ഒരു സിനിമാ നടനോട് ഇവിടെ അടുത്തൊരു പത്രക്കാരൻ ചോദിച്ചില്ലേ, തൊട്ടടുത്ത് മകളിരിക്കുന്നുണ്ട്, ആ മകളിരുത്തിയിട്ട് സിനിമാ നടനോട് പത്രക്കാര് ചോദിക്കുകയാണ്, അച്ഛൻ എന്ന നിലയിലോ നിങ്ങൾ അഭിനയിച്ച എത്ര ഫിലിമാണ് മോൾക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളത്, വീട്ടുകാർക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളത്? അച്ഛൻ എന്ന നിലയിൽ നിങ്ങൾ അഭിനയിച്ച ഏതെല്ലാം പടമാണ് മോളോട് നിങ്ങൾ കാണാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുള്ളത്? കഴിഞ്ഞൊരു മാസം മുമ്പ് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഇന്റർവ്യൂലോ ആ സമയത്ത് സിനിമാ നടൻ പല്ലിളിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ മോളോട് ഞാൻ ഒരു ഫിലിമും കാണരുത് എന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ അഭിനയിച്ച ഏതെങ്കിലും ഒരു ഫിലിം എന്റെ മോള് കണ്ടോ മോള് അക്രമിയാകുമേ, തമ്മാടിയാകുമേ എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് മോളോട് ഞാൻ അച്ഛന്റെ ഫിലിം കാണരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിനിമാ നടന്മാര് അവരുടെ മക്കളോട് പറയുന്നത് അച്ഛൻ അഭിനയിച്ച ഫിലിം വരെ കാണരുത് എന്നാണ്. പിന്നെ ഈ ഫിലിം കാണുന്നത് ആരാണ്? അത് നിങ്ങളുടെ മക്കളും നിങ്ങളുമാണ്. അത് മഗ്രിബ് ഇശാക്കിടയിലാണ്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് കൃത്യം 4 മണിക്ക് ബാംഗ്ലൂരിലേക്ക് ഒരു ബസ് പുറപ്പെടുന്നുണ്ട്. അതിൽ എല്ലാ ജില്ലകളിൽ നിന്നും നിസ്കാരത്തേമ്പുള്ള ആജയമാരുടെ ചെറിയ ചെറിയ മക്കള് പോകാറുണ്ട്. അവര് 4 മണിക്ക് കോഴിക്കോടെത്താൻ വീട്ടിൽ പറയാറുള്ളത്, പാപ്പ എനിക്ക് കാറ്ററിംഗ് ഉണ്ടെന്നാണ് പറയാറുള്ളത്. അവരിൽ പലരും പറയും, ഞാൻ പോവട്ടെ, രാത്രി പോകണം, എനിക്ക് കാറ്ററിംഗ് ഉണ്ട്, സുബീഖിന് പണിയുണ്ട്. ആരും തടക്കൂല. പാപ്പിയും ഇങ്ങോട്ട് തുണികുപ്പാൻ മാറ്റിച്ചിട്ട് യൂണിഫോം കൊടുത്തിട്ട് മുത്തിയിട്ട് യാത്രയെ കൊടുക്കും, വേണമെങ്കിൽ ഫാത്തിഹ ചെയ്ത് ഓർക്കും ചെയ്യും. അപ്പൊ നേരെ പോണത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിലേക്കാണ്. 11 മണിക്ക് ഈ ബസ് അവിടെ ഉണ്ടാവും. ഇത് നേരെ ബാംഗ്ലൂർ, 7 മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂർ എത്തും. 11 മണിക്ക് കോഴിക്കോട് നിന്ന് ബസ് എടുത്താൽ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ബാംഗ്ലൂർ എത്തും. ഇവരവിടെ ഇറങ്ങി ഉടനെ എന്ത് ചെയ്യും, മൊബൈലിൽ ഉണ്ടാവും സീക്രട്ട് നമ്പർ. അതുകൊണ്ട് ഒന്നുകിൽ വാട്സപ്പിൽ ഒരു ഹായ് വിടും, അല്ലെങ്കിൽ വിളിച്ചിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയും. ആ സമയത്ത് ആള് പറഞ്ഞു കൊടുക്കും, ഇന്നാലിന് സ്ഥലത്ത് നിന്നോ, ഞാൻ ഇപ്പൊ വരാം. ഇതൊന്നും ആരും അറിയില്ല. അപ്പം കേട്ടെങ്കില വാപ്പാന്റെ ഉമ്മാന്റെ ഓട്ടത്തിൽ ഒറ്റ കുട്ടി അറിയില്ല. 10 മിനിറ്റിനകം ഒരു പൊതിയുമായിട്ട് ഒരാൾ അവിടെ എത്തും. ഈ പൊതി നിന്റെ ചെറിയ കുട്ടിക്ക് കൈമാറും. അവൻ SLC പഠിക്കുന്ന കുട്ടിയായിരിക്കാം. കാറ്ററിംഗ് ആയതുകൊണ്ട് നീയും വിട്ടു, വെറുതെ പുഴയിൽ കിടന്നുറങ്ങണ്ടല്ലോ മൊബൈൽ കളിച്ചിട്ട്. ഇവൻ കാറ്ററിംഗ് അല്ല, ഇവൻ എത്തിയിട്ടുള്ളത് ബാംഗ്ലൂരാ. വാപ്പ അറിയില്ല, ഉമ്മ അറിയില്ല, എളാപ്പൊന്നും അറിയില്ല. ആ പൊടി കൈമാറും. ഇത് നാട്ടിലെത്തിക്കാനുള്ളതാ. 30 ചെറിയ ചെറിയ പൊടി പാക്കറ്റ് ഉണ്ടാവും, ചെറിയ പാക്കറ്റ്. നമ്മൾ ചെറിയ മിഠായി പോഞ്ഞാൽ അത്ര ഉണ്ടാവില്ല, അതിന്റെ ചെറിയ പാക്കറ്റുകൾ. ഒന്നിന് 1500 റുപ്യക്കാണ്. ഇതിന്റെ മൊത്തം സാധനം ഉണ്ടാക്കണേ ബാംഗ്ലൂരാണ്. അത് എവിടെയെന്ന് വരെ ഞങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് ആ വിൽപ്പന ഉണ്ടോന്ന് നോക്കും. നിങ്ങൾ വേണമെങ്കിൽ എത്തിക്കോളി. ഇതൊക്കെ പ്രസംഗിച്ച് വായിച്ച് പഠിച്ചാലല്ലേ കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വായിച്ച് പഠിക്കുന്നത്. ഇത് ബാംഗ്ലൂർ എവിടെയെന്ന് വരെ അറിയാം. അറിയുന്ന ആളുകളുണ്ട്. അവിടെ പോയി ഇവൻ പോണ്ട, അവിടുന്ന് സാധനം ഇവിടെ എത്തും. ഈ പൊതി കയ്യിൽ വെച്ചിട്ട് ഇവന് നേരെ പോണത് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലെ ടോയ്ലറ്റിക്കാ പോണത്. ടോയ്ലറ്റ് പോയാൽ അതിന് പറ്റുന്ന ട്രൗസറൊക്കെ ഇട്ടിട്ടാണ് സെറ്റായിട്ട് അവിടെ നിന്ന് പോയിരിക്കുന്നത്. അതിൽ ഇവന് എല്ലാ അലാസ്റ്റിക്കിന്റെ ഉള്ളിലും പോക്കറ്റിന്റെ ഉള്ളിലും ഈ 30 സാധനങ്ങൾ വെക്കും. ഒരാളൊട്ട് അറിയില്ല. പാൻറ്റാണ്ട് കയറ്റും, ബെൽറ്റാണ്ട് കെട്ടും. തിരിച്ചും കണ്ട് വന്നാൽ ഇവിടുന്ന് വണ്ടി ഉണ്ട് 1.5 മണിക്ക് സ്റ്റാൻഡിൽ നിന്ന്. അത് കയറും, കോഴിക്കോട്ട് ഇറങ്ങും, മാരിവാമത്തിന്റെ പേരിലെത്തും. ഇവന്റെ കാറ്ററിംഗ് കഴിഞ്ഞു, 30 സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇവൻ മാരിവാങ്ങ കൊടുത്താൽ പിന്നെ ഇമ്മാനോട് സമ്മതം തോടും, പുറത്തിറങ്ങും, ഈ സാധനം വെക്കും. ഇവന് വിറ്റേന്റെ പേരിൽ ഇവനക്ക് ഒരു വിൽപ്പനയിൽ കിട്ടുന്നത് 5000-6000 റുപ്യാണ്. ഇവന്റെ കൂട്ടാളികളെ കൂട്ടും. ഈ കൂട്ടാളികളുടെ കൂട്ടത്തിൽ നാട്ടിലെ പ്രസിഡന്റിന്റെ മോനുണ്ടാവും, ഖജാഞ്ചിന്റെ വേറെ കുട്ടി ഉണ്ടാവും, ട്രഷറിയുടെ മോനുണ്ടാവും. ഈ കുട്ടികൾ പിന്നെ അവരുടെ കുടുംബത്തിലുള്ള പെൺകുട്ടികളെയും കൂട്ടും. ഇതൊക്കെ നിങ്ങൾ പേപ്പറിൽ വായിക്കാറില്ലേ, സോഷ്യൽ മീഡിയ കാണാറില്ലേ? ഇതിങ്ങനെയാണ് വരുന്നത്. കാരണം ഇത്രമാത്രം സ്പീഡിൽ കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു പദ്ധതി അള്ളാന്റെ ദുനിയാവിൽ ഇന്ന് ഇതല്ലാതെ വേറെ ഇല്ല.
പിന്നൊന്ന് മൊബൈൽ വിൽപ്പന. കാറ്ററിങ്ങിന് പോയിട്ട് പൈസ കിട്ടാതിരിക്കുമ്പോ മൊബൈൽ എടുത്തു നോക്കി അതിൽ എല്ലാ സാധനം ഉണ്ടാവുമല്ലോ. ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്ത് വരിക എന്നുള്ളത്. അത് പഴയ കാലത്ത് ഉസ്താമാർക്ക് അർത്ഥം വെക്കാൻ എളുപ്പമായിരുന്നു. കാരണം അങ്ങാടി എന്ന് പറഞ്ഞാൽ അങ്ങാടി ഇല്ലാത്ത സ്ഥലത്തൊക്കെ അങ്ങാടി വന്നിട്ട് എല്ലാ അങ്ങാടിയും തമ്മിൽ ചേർന്ന് നിൽക്കുക. അത് അന്നത്തെ കാലത്തെ അർത്ഥമാണ്. അത് അന്നും ശരിയാണ്, ഇന്നും ശരിയാണ്. പക്ഷെ ഇന്ന് അതിന് വേറെ അർത്ഥം കൂടി ഉണ്ട്. തഖാറുബുൽ അസ്വാഖ്, അങ്ങാടി അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ എല്ലാ അങ്ങാടി ഇപ്പൊ നമ്മളെ പോലെയില്ല. അമേരിക്കയിൽ ഒരു സാധനം എനിക്ക് വാങ്ങാൻ അമേരിക്ക വേണോ? എനിക്കൊരു സാധനം ഇപ്പൊ അമേരിക്ക, ഞാൻ നല്ല അത്ര വരുത്താറുണ്ട് എന്റെ റൂമിൽ നിന്ന്. നമ്പർ അടിച്ചൊരു കുട്ടി എടുക്കും, എനിക്ക് ഇഷ്ടപ്പെട്ട അത്ര കണ്ടുവരും, പൈസ കൊണ്ട് കൊടുക്കും, ഓൻ പോകും. ഈ സാധനം വരുന്നത് ജപ്പാനായിരിക്കും. തഖാറുബുൽ അസ്വാഖ്. എന്റെ റൂമിൽ ജപ്പാൻ അങ്ങാടി, എന്റെ റൂമിൽ അമേരിക്കൻ അങ്ങാടി, എന്റെ റൂമിൽ ബ്രിട്ടൻ അങ്ങാടി, എന്റെ റൂമിൽ തിരുവനന്തപുരത്തുള്ള പെൺകുട്ടി രാത്രി 2 മണിക്ക് എന്റെ റൂമിൽ. എങ്ങനെ? ഓൺലൈൻ വഴി വരിക. ഓൺലൈൻ വ്യഭിചാരം നടക്കണില്ലേ? ഇല്ലേ? 300 ക്യാപ്പിൽ. ഇനി അത് വേണ്ട, ആഫ്രിക്കയിലുള്ള കുട്ടി നിങ്ങളെ പോലെയുള്ള കുട്ടിക്ക് വ്യഭിചരിച്ചൂടെ? ഓൺലൈൻ വ്യഭിചാരം നടക്കണ്ടേ? ഇഷ്ടം പോലെ നടക്കണ്ടേ? കാലേ മുമ്പത്തെ കാലല്ല കരുതിയിരുന്നു. ഇനി ഇത് 2-3 കൊല്ലം കൂടിയാണ് കഴിയട്ടെ, നമ്മളെ വീട്ടിൽ വരും അഫാൻമാർ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇതൊന്നും കേട്ടില്ലാന്ന് കരുതിയിട്ട് നിങ്ങൾ ഒന്നായിട്ട് ചെകിട് പൊത്തിരിക്കൊന്നും വേണ്ട. ഇതൊക്കെ കേട്ട് പഠിച്ച് നടപ്പിലാക്കിയേ തീരൂ, അല്ലെങ്കിൽ കുടുംബസമേത നരകത്ത് പോണ്ടേ. അപ്പൊ ഇവന് മൊബൈല്, എനിക്കതാ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും വന്നുകൊണ്ടിരിക്കുന്നു. നീ പൈസ അടക്ക്, പൈസ അടച്ചാൽ എനിക്ക് മൊബൈൽ കിട്ടും. ബ്രിട്ടനിൽ ഈ മൊബൈല് ഐഫോൺ വരുന്ന എത്ര റുപ്യക്കാന്നറിയോ? 80,000 റുപ്യ കൊടുത്താൽ ബ്രിട്ടനിൽ ഈ സാധനം ഇവിടെ കിട്ടും. എനിക്ക് 1,20,000 ബുക്കും ചെയ്യാം. 40,000 റുപ്യാണ് ലാഭം. നടക്കണ കാര്യം പറയണേ. ഈ 80,000 റുപ്യ 14 വയസ്സുള്ള കുട്ടി എങ്ങനെ ഉണ്ടാക്ക? ബാപ്പാനോട് വെച്ചാൽ തരൂല. ബാപ്പണ്ട 14 വയസ്സുള്ള കുട്ടി 80,000 കൊടുക്കണ തരൂല. അപ്പൊ എന്ത് ചെയ്യും? എല്ലാവരും ഐഫോൺ വേണോ, ഐഫോൺ വേണോ, ഐഫോൺ വേണോ? ഇവിടെ ഉള്ള 1.5 ലക്ഷം റുപ്യ ഐഫോൺ ഇവന് 1,20,000 വരുത്തി കൊടുക്കും. ഇവൻക്കായി 80,000 അവിടുന്ന് കിട്ടും ചെയ്യും. ഇവന് പലയിടുന്ന് പൈസ വാങ്ങും, പൈസ അടക്കും. അത് കൃത്യമായിട്ട് ഇവനക്ക് ഒരു ഐഫോൺ കിട്ടും. ആദ്യം ഇവൻ ഇവിടുന്ന് എന്ത് ചെയ്യും? 1,30,000 20,000 വിൽക്കും. 80,000 റുപ്യന്റെ കടം കിട്ടും. 40,000 റുപ്യന്റെ കയ്യിൽ ലാഭം. ഇനി ഇവനൊരു ഐഫോൺ അല്ലേ വേണ്ടത്? അതിനിപ്പൻ ഇനി ഒന്നിനല്ല ഓർഡർ ചെയ്യാം. ഇനി ഒരു 4 ലക്ഷം അടച്ചാൽ 5 ഐഫോൺ കിട്ടും. ഇവനക്ക് ഇവിടെ 5 ലക്ഷത്തിന് റുപ്യക്ക് ബുക്കും ചെയ്യാം. അതിന് പേര് പിന്നെയും നടക്കും. ഐഫോൺ വേണം, 1 ലക്ഷത്തിന് ഐഫോൺ, 1,20,000 എല്ലാവരും പൈസ അടക്കും. ഈ 5 ഐഫോണും വേണ്ടി പൈസ അടച്ചാൽ ഒരൊറ്റ ഐഫോണും വരൂല. അവനക്ക് കൊടുത്ത ലിങ്കൊക്കെ അപ്പൊ പോയിട്ടുണ്ടാവും. കാരണം ഇത് 2ാമത്തെ അരയിൽ വീഴും എന്ന് ഈ ബന്ധപ്പെട്ട ആൾക്ക് ഉറപ്പാണ്. അത് വീഴാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തേത് കൃത്യമായിട്ട് അയച്ചു കൊടുത്തത്. 2ാമത്തെ പൈസ 4 ലക്ഷം മുക്കിയിട്ട് അവൻ പോകും. ഈ 14 വയസ്സുള്ള കുട്ടി 4 ലക്ഷത്തിന് കടക്കാരനാവും. ഈ 4 ലക്ഷം കടക്കാനായാലും ഓന് പുറത്തിറങ്ങാൻ വയ്യ. വീട്ടുകാര് വന്നിട്ട് ശല്യം ചെയ്യാ, വീട്ടിൽ വന്നിട്ട് കല്ലെടുത്തരും. അമ്മ എന്താന്ന് ചോദിക്കുക, ഒന്നുമില്ല എന്ന് പറയാം. എത്രയാ മറച്ചു വെക്കുക? ഇവനും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവിടെ വരുന്നു നേരത്തെ പോലത്തെ ഒരു സൈക്കിളുകാരൻ. അവൻ ഇവനെ റാഞ്ചിയെടുക്കും, MDMന്റെ വിൽപ്പനക്കാരനാക്കും. ഇവന്റെ വായിൽ കുറച്ച് MDMന്റെ പൊടി തിരികെ കൊടുക്കും. ഇവന് പിന്നെ കടത്തിന്റെ ബോധമില്ല, ഉമ്മ എന്ന ചിന്തയില്ല, വാപ്പ എന്ന ഓർമ്മയില്ല. ഇവനൊരു പ്രത്യേക ഹരത്തിലാണ്. കാലിന്റെ ചോപ്പ് മാറുന്നതിന് മുമ്പേ 16കാരൻ ആ നാട് കണ്ട ഏറ്റവും വലിയ കഞ്ചാവിന്റെയും രാസലഹരിയുടെയും വിൽപ്പനക്കാരനായി മാറി. നടക്കണില്ലേ? ഇതിന്റെ നാൾ വഴികളാണ് ഞാൻ പറയുന്നത്. രക്ഷപ്പെടണ്ടേ എന്നെ കേൾക്കുന്നവരെ, രക്ഷപ്പെടണ്ടേ നമ്മുടെ മക്കള്, ഉമ്മമാരെ. ആ സമയത്ത് ഞാൻ ഇനിയും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി എണ്ണി പറയുന്നില്ല. പറഞ്ഞത് തന്നെ ധാരാളമായിട്ടുണ്ടാകും. ഇനി ഞാൻ നിങ്ങളെ പരിഹാരത്തിന് വേണ്ടി വിളിക്കുന്ന പരവതാനി, അത് മറ്റൊരു പൊടിയാണ്, അത് മറ്റൊരു ലഹരിയാണ്, അത് മറ്റൊരു മിടുക്കാണ്, അത് മറ്റൊരു ജ്യൂസാണ്, അത് മറ്റൊരു സർബത്താണ്, അത് മദീനയുടെ പാനപാത്രത്തിൽ നിന്ന് വിളമ്പുന്ന മഹബത്തിന്റെ മുന്തിരിച്ചാറാണ്.
കള്ളു കുടിച്ച് 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 കള്ളിന്റെ വീപ്പയിൽ ചത്തുകിടക്കുന്ന പ്രാണികളുടെ ചിറക് പിടിച്ചുകൊണ്ട്, പ്രാണി നീ എത്ര ഭാഗ്യവതിയാണ്, ഞാൻ കള്ളു കുടിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായല്ലോ, കുടിച്ചിട്ട് ശ്വാസം മുട്ടി ചാവാൻ നിനക്കല്ലേ ഭാഗ്യം കിട്ടിയത്, എനിക്കതിന് ഭാഗ്യം കിട്ടിയിട്ടില്ലല്ലോ എന്ന് പാട്ടുപാടി പറഞ്ഞിരുന്ന അറബികളില്ല. ഞാൻ മരിച്ചു പോയാൽ എന്റെ ശ്മശാനത്ത് അച്ഛന്റെ അല്ലെങ്കിൽ ബാപ്പാന്റെ തലത്ത് മീത് മുന്തിരിവള്ളി നട്ടു വളർത്തണം എന്ന് മനകനോട് വസിയത്ത് ചെയ്യുമ്പോ, എന്തിനാണ് വാപ്പാ മുന്തിരിവള്ളി എന്ന് ചോദിച്ചപ്പോ, ജീവിച്ചിരിക്കുമ്പോൾ കള്ളുമായി 1 മണിക്കൂർ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ഞാൻ ചത്തുപോയാൽ എന്റെ ഇറച്ചിയിലേക്ക് മുന്തിരിവള്ളി പടർന്നുകൊണ്ട് ആ മുന്തിരിവള്ളിയിലൂടെ ആ മുന്തിരിയുടെ എസൻസ് എന്റെ ഇറച്ചിയിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ആ ഗന്ധമറിഞ്ഞുകൊണ്ട് ചത്തുകിടക്കാനാണ് മോനെ എന്ന് മക്കളോട് മരിക്കാൻ സമയത്ത് വസിയത്ത് പറഞ്ഞിരുന്ന അറബികളില്ലേ. ആ അറബികൾ പിന്നീട് മാറ്റി പറഞ്ഞില്ല, ഇന്നാലിന്റെ തോട്ടത്തിലൂടെ ഒരു ആട് കടന്നുപോയി എന്ന് ഞാൻ കേട്ടാൽ, അല്ലെങ്കിൽ ഒരു ഒട്ടകം ഓടിപ്പോയി എന്ന് ഞാൻ കേട്ടാൽ, അവിടെ ഒരു മനുഷ്യന്റെ കള്ളിന്റെ ബീപ്പയിൽ നിന്നൊരു ഇറ്റിയിരുന്നു മുൻകാലത്ത് എന്ന് ഞാൻ അറിയുകയും ചെയ്ത, ജീവിതത്തിൽ ഞാൻ ആട്ടിറച്ചി ഭക്ഷിക്കൂല, ഒട്ടകത്തിന്റെ മാംസം ഭക്ഷിക്കൂല. കാരണം ആ തോട്ടത്തിലൂടെ ഓടിപ്പോകുന്ന ഒട്ടകമെങ്ങാണ്ട് അവിടെ വെച്ചുകൊണ്ട് പുല്ല് തിന്നെങ്കിൽ ആ പുല്ലൊരു പക്ഷേ പഴയകാലത്ത് കള്ളുറ്റിയ പുല്ലാവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ജീവിതത്തിൽ അങ്ങനെ ഒരു അറിവിന് കിട്ടിയ ഒട്ടകത്തിന്റെ മാംസം ഞാൻ കഴിക്കൂല, ആടിന്റെ ഇറച്ചി ഞാൻ രുചിക്കൂല എന്ന് തീരുമാനമെടുക്കുമാറ് കള്ളിന്റെ ബദ്ധവൈരികളായെങ്കില് അവർ അതിനിടയിൽ ഒരു കള്ള് വേറെ കുടിച്ചു മോനെ. അത് മത്താകുന്ന കള്ളല്ല, അത് വിഡ്ഢിയാകുന്ന കള്ളല്ല, അത് ബുദ്ധിക്ക് തുരങ്കം വെക്കുന്ന കള്ളല്ല, അത് ആത്മാവിനെ നശിപ്പിക്കുന്ന കള്ളല്ല, അത് പെങ്ങളെ മാനഭംഗപ്പെടുത്തുന്ന കള്ളല്ല, അത് ഉമ്മാനെ ലൈംഗിക ഭാവയായി ഉപയോഗിക്കാൻ തക്ക തരം താഴുന്ന കള്ളല്ല, അത് മഹല്ലുകളെ പറയിപ്പിക്കുന്ന കള്ളല്ല, അത് നഗ്നനായി സെക്സ് പാട്ട് പാടി അരപ്പില്ലാതെ നടക്കാൻ പാകത്തിൽ മനുഷ്യനെ കസ്മലനാക്കുന്ന കാട്ടാളനാക്കുന്ന തമ്മാടിയാക്കുന്ന ലഹരിയല്ല, മറിച്ച് منعما تنعيما صلوا عليه وسلموا تسليما നബി കീർത്തനം ഖൈറായ അമലാണ് സുദീ നിനക്കായി നൽകും നാദനോ അതിനാൽ കൊതി നബി നായകർ ശുപാർശയും നൽകാൻ മതി നാളത്തെ ഫൗസ് സലാമത്തോ അതിനാൽ വിധി സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ ഈ കള്ളൊന്ന് കുടിച്ചു നോക്കൂ മോനെ ആ കള്ള് കുടിച്ചപ്പോഴാണ് അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു ഇത് ശവ്വാലിൽ സംഭവിച്ചൊരു കാര്യമാണ് ഈ സംഭവം പറഞ്ഞ് ദുആ ചെയ്ത് നമുക്ക് പിരിയാം അതിന് മുമ്പ് പ്രധാനമായൊരു കാര്യം പറയാനുള്ളത് അതിശക്തമായ ചൂടുള്ളതുകൊണ്ട് പല ആളുകളും പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ നേരത്തെ വന്നിരുന്നുകൊണ്ടും എല്ലാ ദിവസങ്ങളിലും പരിപാടി ആയതുകൊണ്ടും 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പറയാറുള്ളത് പ്രധാനമായ ഒരു വിഷയം പറയാനുള്ളത് ഈ സംഭവം ഞാൻ പറയാം അത് തവസലാക്കിയിട്ട് നമുക്ക് ദ്വാരക്കണം ഇൻഷാ അല്ലാഹ് അതിനിടയിൽ ഒരു കാര്യം പറയാനുള്ളത് മദ്രസയുടെ പണി നടക്കാൻ ഒരു 4 ലക്ഷം രൂപയുടെ പണി ബാക്കിയാണ് മദ്രസ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുറിച്ച് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പടച്ചവന്റെ ദീന് പഠിക്കുന്ന അള്ളാഹിനെ കുറിച്ച് പഠിക്കുന്ന മുസ്തഫ നബിയുടെ ഔന്നത്യം പഠിക്കുന്ന ഫിഖ് നിയമങ്ങളൊക്കെ പഠിക്കുന്ന ഈ മഹല്ലിലെ ഏറ്റവും സുപ്രധാനമായ സ്ഥാപനം അത് മദ്രസയാണ് അവിടെ ദീനാണ് വിളംബരം ചെയ്യുന്നത് ജ്വല്ലറിയിൽ വിൽക്കുന്നത് സ്വർണമാണ് വെള്ളിയാണ് അബുദാബി പോയി കിട്ടൽ കാശാണ് മദ്രസയിൽ നിന്ന് കിട്ടൽ ഇൽമാണ് ഏറ്റവും വലിയ സമ്പത്ത് ഇൽമാണ് അതിന്റെ മേലെ ഒരു സമ്പത്തില്ല ഫമൻ അഖദഹു ഫഖദ് അഖദ ബിഹദ്ദിൻ വാഫിർ നബിയുനാ മുഹമ്മദ് മുസ്തഫ അതിന്റെ മേലെ സമ്പത്തില്ല ഏറ്റവും വലിയ സമ്പത്ത് ഇൽമാണ് ആ സമ്പത്ത് കിട്ടിയ ആളല്ലേ ശംസുലുമ എവിടെ എത്തി ശംസുലുമ ആ സമ്പത്ത് കിട്ടിയ ആളല്ലേ
ഷംസുൽ ഒരു എഞ്ചിനീയർ ആയിരുന്നെങ്കിൽ ആരെങ്കിലും ഷംസുൽ വഫാത്തായ അവരെ കുറിച്ച് ഓർക്കും, അവിടെ പോയിട്ട് ഫാത്തിഹ ഓതും. ഡോക്ടർ ആയിരുന്നെങ്കിൽ ഷംസുൽ ഈ രൂപത്തിൽ പരാമർശിക്കപ്പെടുമോ, പ്രശംസിക്കപ്പെടുമോ? ഇൽമിന്റെ മേലെ രാജാധികാരമില്ല. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ എന്നതിന്റെ തഫ്സീറിൽ, മഹാന്മാരായ ഔലിയാക്കളുടെ തഫ്സീറിൽ കാണാം, ആ മുൽക്ക് എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം പ്രധാനമായ ഇൽമാണ്. അതിന്റെ മേലെ രാജാധികാരമില്ല. അത് കിട്ടിയാ കിട്ടി. അത് നാഫിയായാൽ ദറജാത്ത് ഏറ്റി കൊടുക്കും. മെർഫയില്ലാവോ അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ദറജ കൊടുക്കാം. മുഅ്മിനീങ്ങളിൽ ആലിമീങ്ങൾ പെട്ടിട്ടുണ്ട്, അവരെ സെപ്പറേറ്റ് പറഞ്ഞു. ദറജാത്ത് ജമ്മാക്കി പറഞ്ഞു. കാരണം ഇത്രയെന്നുള്ള ലിമിറ്റ് ഒന്നുമില്ല, പുറത്തം വിട്ട രീതി കൊടുക്കുന്നതാണ്. അത് ഇൽമിന്റെ അയലുകാർക്ക് കിട്ടുന്നതാണ്. നിങ്ങളെ കുട്ടികളെ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ സ്കൂളിൽ പഠിപ്പിക്കണ്ട എന്നല്ല, പഠിപ്പിക്കണം. അതുപോലെ എങ്കിലും മദ്രസയുടെ കാര്യത്തിൽ കാർക്കശ്യമില്ലെങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമല്ല. കാരണം സ്കൂളിൽ ആഖിറത്തിന് വേണ്ടി ഒന്നും പഠിക്കണില്ല. എന്നാ പഠിക്കണം, ദുനിയാവിൽ ജീവിക്കാനുള്ള. ആഖിറത്തിന് വേണ്ടിയുള്ള പഠിക്കണത് മദ്രസയിൽ നിന്ന് മാത്രമാണ്. അപ്പൊ ആഖിറത്തിന് വേണ്ടിയുള്ള മുൻഗണന കൊടുത്തില്ലെങ്കിൽ ഈമാൻ പഞ്ചറായി എന്ന് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞായറാഴ്ചകളിൽ വെക്കേഷൻ, ആ സ്കൂളിന് വെക്കേഷൻ ആയതുകൊണ്ട് ഞായറാഴ്ചകളിൽ നിങ്ങൾ വിരുന്ന് പോവുക, നിങ്ങൾ ടൂറ് പോവുക, നിങ്ങൾ കല്യാണത്തിന് പോവാ. കാരണം മദ്രസ വിഷയമല്ല. സ്കൂളിന് ലീവ് ഉണ്ടോ എന്നാ പിന്നെ വിരുന്നുകൊണ്ട് വിരുന്നു. മദ്രസ അത് തലക്ക് കയറിയിട്ടില്ല എന്ന് അപ്പോഴല്ലേ വിരുന്ന് ഒഴിവാക്കുക. നേരെ തിരിച്ചാ വേണ്ടത്. മദ്രസയിൽ ഞായറാഴ്ച കുറച്ച് സമയം കൂടുതൽ പഠിപ്പിക്കണം. അപ്പൊ അന്ന് പോവാതിരിക്കുക വേണ്ടത്. പക്ഷെ അന്ന് നോക്കിയിട്ട് പോവാ. കാരണം എന്താ, ഇത് തലേ കയറിയിട്ടില്ല എന്നതിന്റെ അർത്ഥം. മോനെ ഒന്ന് പറയാം, ഞാൻ 5ാം ക്ലാസ്സിൽ നിന്ന് മദ്രസ പോണില്ല. എന്തേ സംഭവം എന്താ? സ്കൂളും മദ്രസും കൂടി ഒത്തുകൊണ്ടില്ല. എന്നാ പിന്നെ വേണ്ട, സ്കൂളും മദ്രസും കൂടി ഒത്തുകൊണ്ടില്ല. പാന്റെ കുട്ടി പോകണ്ട, കാരണം സ്കൂൾ വിഷയമാണ്. ഇത് പല വാപ്പാരും പറയലില്ലേ, അയാളെ പേരും പാപ്പാന്നാണ്. പക്ഷെ ഇയാളെ നാളെ ഈ മകന് മൂക്കിന് ഓട്ടെ നരകത്ത് കാണിച്ച അത് അവിടുന്ന് തിരിയ, എവിടുന്ന് തിരിയില്ല. ലോകത്തല്ലല്ലോ, ലോകം വരാനുള്ളല്ലേ. ഇതാരെങ്കിലും ഇത് അള്ളാഹ് ഹയാത്താക്കി കണ്ടിട്ടന്നല്ല. ഹയാത്തൊക്കെ കണ്ടിരുന്നെങ്കിൽ അല്ലതീ ഖലക്കൽ മൗത വൽ ഹയാത്ത എന്ന് പറയോ, അല്ലതീ ഖലക്കൽ ഹയാത്ത വൽ മൗത എന്നല്ല പറയാ. അത് തിരിച്ചിടൂല, കാരണം സംഭവിക്കണം അങ്ങനെയല്ല. തബാറകല്ലദീ ബിയദിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പിന്നെന്താ അല്ലദീ ഖലക്കൽ മൗത വൽ ഹയാത്ത എന്ന. കാരണം മരണോ അതിന്റെ ശേഷമുള്ള ജീവിതം ചർച്ചയിലേ വന്ന്, അതിന് മുമ്പുള്ള ജീവിതം അത് കണ്ടിട്ട് തന്നെ. കാരണം ഇത് ജീവിതമല്ലാണ്. അന്നാസു നിയാമുൻ ഇദാ മാതു ഇൻദബഹു. ഇതൊക്കെ ഉറക്കല്ലേ, കിനാവല്ലേ. പേക്കിനാവിൽ നമ്മളെ പലതും പറയില്ലേ, കുഞ്ഞിട്ടേ പല എന്തെങ്കിലും നടക്കലുണ്ട്. അതുപോലെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചറിയണം ദുനിയാവിൽ. എന്നോട് ഇത് എടുത്തോട്, അതാരെടുത്തോട്, മരിച്ചാ കാണൊക്കെ ഇജാണ്ട് എടുത്താ. വേറെ എന്താ ഉള്ളത്? ഉമ്മാന്റെ പള്ളയിൽ നിന്ന് പുറത്തു വന്നാൽ നമ്മളെ നെറ്റത്ത് ആരോ ചുംബിക്കും. അത് വല്യമേണിക്കാരൻ. നീ മയ്യത്തായി കഫൻ ചെയ്താൽ നെറ്റത്തെ പിന്നെയും ചുംബിക്കും, അതും വല്യമേണിക്കാരൻ. ഈ രണ്ട് ചുംബനത്തിനിടയിൽ ഒരു തുള്ളലല്ലേ ദുനിയാവ്. നമ്മളിങ്ങനെ നടക്കും. അപ്പൊ വലത്തേക്കാലം ആദ്യം വെക്കും. അപ്പൊ ഇടത്തേക്കാലം അറിയും അടുത്ത ചോയ്സ് എനിക്കാണെന്ന്. പിന്നെ ഇടത്തേക്കാലം മുമ്പിലാവും. അപ്പൊ വലത്തേക്കാലം അറിയും അടുത്ത ചാൻസ് എനിക്കാണെന്ന്. അപ്പൊ വലത്തേക്കാലം. അപ്പൊ ഇടത്തേക്കാലം അറിയും ഞാൻ അങ്ങനെ മുന്നേ നടക്കണ്ട, അടുത്ത് ഞാനാണെന്ന്. രണ്ട് കാലുകളുടെ ഒരു മത്സരമല്ലേ ഇവിടെ നടക്കണം. പക്ഷെ ഈ രണ്ട് കാലും കാറ്റ് പോയി ശ്വാസം പോയി മരിച്ചാൽ രണ്ടും ഒപ്പാക്കിയിട്ട് അവിടെ കെട്ടും. അപ്പൊ മത്സരം തീർന്നു കഴിഞ്ഞ്. എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? മത്സരം കഴിഞ്ഞു. നീ ആൾക്കാരെ തോളിലേറി പോവാണ്. എവിടേക്ക്? പുഴുക്കൾ കാത്തുക്കുണ്ട്, ഒരു ചെറിയ ഗുഹ, അത് കൊണ്ടുപോയി അടക്കാനാണ്. ഏതെങ്കിലും പള്ളിക്കാട്ടിൽ വയസ്സന്മാർക്ക് സ്വാഗതം എഴുതിക്കണോ? എന്താ എഴുതിയേക്കാത്ത? അല്ലെങ്കിൽ രോഗികൾ കടന്നു വരുവാന്ന് എഴുതിക്കണോ? നമ്മളങ്ങനെ എഴുതിയൊക്കെയല്ലേ, വയസ്സന്മാർക്ക് സ്വാഗതം, രോഗികൾ കടന്നു വരിക, പ്രസവാർഡ്, ഇതൊക്കെ എഴുതിയേക്കാറില്ലേ? എന്താ പള്ളിക്കാട്ടില് വയസ്സന്മാർ കടന്നു വരിക, രോഗികൾ കടന്നു വരിക, രോഗികൾ കമോൺ, ഇതൊന്നും എന്താ എഴുതി വെക്കാത്ത? അവിടെ പോലെ വയസ്സന്മാർ രോഗികളൊന്നുമല്ല, ചെറുപ്പക്കാരും പോകും. അതുകൊണ്ട് അത് എഴുതിയേക്കാത്ത. അവിടെ ആരെപ്പോ പോകുന്നു പറയാൻ പറ്റൂല. ഒരു വീട്ടിൽ വയസ്സനുസരിച്ചുകൊണ്ട് ആളുകൾ പോകണമെങ്കിൽ പള്ളിക്കാട്ടിൽ അങ്ങനെ എഴുതിയേക്കാം, വയസ്സന്മാർക്ക് സ്വാഗതം. ചിലപ്പോ ആദ്യം പോലെ ഇളവനായിരിക്കും, മൂത്തൻ അവിടെ അങ്ങനെ നിൽക്കണ്ടാവും. സമയമായ പൂങ്കൂട്ടരെ അതിന് വയസ്സും കണക്കൊന്നുമില്ല. അത് മേപ്പെട്ട് വലിച്ച് ശ്വാസം കീഴ്പോട്ട് കിട്ടിയില്ലെങ്കിൽ സ്ഥലത്ത് പേര് മാറി, സ്ഥലവും മാറി. അതിനു വേണ്ടി ഒരുങ്ങണ്ടേ? ഈ ഒരു വലിമലല്ലേ ഈ നിപ്പ്, ഈ ഒരു വലിമല്. ഈ വലിപ്പ കുപ്പി വെറുക്കുന്ന ആൾക്കാരും വലിക്കുന്നുണ്ട്, പ്രധാനമന്ത്രിയും വലിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ വലിയല്ലോ. ഈ വലിമലല്ല ഇപ്പൊ ഫിർഔന്റെ നിക്കാറുണ്ടായത്. വലിമുട്ടിയപ്പോ ഓരോ മുട്ടിയില്ലേ, ആമന്തു റബ്ബി മൂസ വഹാറൂൻ. വെള്ളത്തിന്റെ അടിയിൽ പോയി സാധു മുങ്ങി പൊങ്ങും പറഞ്ഞു, ആമന്തു റബ്ബി മൂസ വഹാറൂൻ.
ഓന്റെ വലി മുട്ടി ഓന്റെ കഴിഞ്ഞ്. ഈ വലിമലല്ലേ അല്ല അഹങ്കാരം ഉള്ളത്. സുബ്ഹാനല്ലാഹ്, വലി മുട്ടിയാ കഴിഞ്ഞു. അതിന്റെ ഇടയിൽ പൈസ ഉണ്ടാക്കും, അതിന്റെ ഇടയിൽ ഓടി നടക്കും, അതിന്റെ ഇടയിൽ വെട്ടിപ്പിടിക്കും, അതിന്റെ ഇടയിൽ പലിശ, അതിന്റെ ഇടയിൽ അടിപിടി ഒക്കെ അരച്ചാണ് വേറിന് വേണ്ടിയിട്ടല്ലേ. പടച്ചോനെ തിരിച്ചറിവ് കിട്ടിയ ആ മനുഷ്യന്റെ രംഗത്താണ്ട് പിന്നെ എടുക്കണ സുഖത്തിന് പരിധി ഉണ്ടാവില്ല. ഭയങ്കര സുഖമായിരിക്കും. കല്ലേറ് കൊണ്ടാലും അൽഹംദുലില്ലാഹ്. പുത്തന്താണി മൻസൂർ അങ്ങനെ പാട്ടന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അടുത്ത് വണ്ടിയിൽ കേട്ട എനിക്ക് ഓർമ്മയില്ല. പിന്നെ അവന്റെ ജീവിതമൊക്കെ മാറി. ഉറങ്ങാൻ കിടന്നാലും ഉറങ്ങുന്ന നേരത്തോ ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. രംഗം മാറിയില്ലേ? ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ സംഗീതം തന്നെ അതായി മാറിയില്ലേ? ഒരു മൂന്നെട്ടൊന്ന് മനസ്സിലെത്തി ചൊല്ലിയൊക്കെ പോകുമ്പോ ചെല്ലാനുള്ള ഇതാണ്. فاعلم أنه لا إله إلا الله لا إله إلا الله لا إله إلا الله. ഇതുകൊണ്ട് തടസ്സമില്ലാതെ ആ ലാസ്റ്റ് ശ്വാസ സമയത്ത് ഇങ്ങോട്ട് കിട്ടണം. ചിലപ്പോൾ ജല്ലി തരാൻ അടുത്തൊന്നും ആളുണ്ടാവില്ല. കാരണം എപ്പോഴാ കാറ്റ് വന്ന് ആർക്കെങ്കിലും അറിയോ? പെട്ടെന്നായിരിക്കും പോവാ. ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു. ചെല്ലിക്കോളി നേരം വരെ അവിടെ ആരും ഉണ്ടാവില്ല. നീ വന്നിട്ടും കാര്യമില്ല, ഉള്ളിൽ കോളില്ലെങ്കിൽ പുറത്തുനിന്ന് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഇഞ്ചക്ഷൻ അടിക്കണം. അതിന് ആദ്യം ജീവൻ വേണം, അല്ലെങ്കിൽ സിറിഞ്ചിന് കാര്യം ഉണ്ടാവില്ല. പുറത്തുനിന്ന് ചെല്ലി തന്നിട്ട് ചെല്ലണമെങ്കിൽ ആദ്യം സാധനം ഉള്ളിൽ കുറച്ച് ബാറ്ററി ഉണ്ടാവണോ? ഒറ്റ പീസായി എവിടേക്കാ ചെല്ലി കൊടുക്കണം? നമ്മളെന്നെ ഒരുക്കി പിടിച്ചിങ്ങനെ കൽവിൽ കൊണ്ടെടുക്കുകയാണെങ്കിൽ ആരും ചെല്ലി തരണ്ടല്ലോ, നമ്മക്കാൻ ചെല്ലിക്കൂടെ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമി കാര്യങ്ങൾ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പഴയ കാലത്ത് കൂടുതൽ ആൾക്കാർ ചെല്ലിയത് മദ്രസക്ക് പൈസ കൊടുത്തിട്ടാട്ടെ. അതും പറയാൻ ഇപ്പൊ റോഡ് പണി ഇറക്കുമ്പോഴും പള്ളി പണി ഇറക്കുമ്പോഴൊക്കെ പല സ്ഥലത്തും കബർ പൊളിച്ചു നോക്കുമ്പോ ചില മനുഷ്യന്മാരുണ്ട് അങ്ങനെ കിടക്കണേ. ഈ ചങ്ങരംകുളത്ത് പെരുമുക്ക് എന്നുള്ളൊരു സ്ഥലമുണ്ട്. എന്റെ സുഹൃത്ത് റാഫിന്റെ നാടാണ്. നമുക്കൊക്കെ അറിയണ ആളെന്നെ ആയിരിക്കും. ആളെ നാട്ടിലെ പ്രസിഡന്റ് മദ്രസയ്ക്ക് വേണ്ടി ഒരു വലിയ ഭാഗം കൊടുത്ത് പഴയ കാലത്ത് മരിച്ചുപോയ 50 കൊല്ലം മുമ്പൊക്കെ മരിച്ചുപോയ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ കബർ ആ പള്ളി നിർമ്മാണാവശ്യാർത്ഥം പൊളിച്ചപ്പോ ഒരുപാട് കബറുകൾ പൊളിച്ചു. ലാ തുമ്പ വല വാല ഒന്നും അതിന്റെ ഉള്ളിലില്ല. ഇയാളെ കബർ പൊളിച്ചപ്പോ 50 കൊല്ലം മുമ്പ് മറവ് ചെയ്യപ്പെട്ട ആളാ. അങ്ങനെ തന്നെ കിടക്കണ്ട. കഫൻ തുണിക്ക് പോലും പോറലില്ല. അതിന് അത്തറിന മണം വന്നോണ. കാരണം എന്താ? പള്ളിക്കും മദ്രസക്കൊക്കെ പറമ്പ് കൊടുത്തിട്ടാണ് പോയി കിടക്കണം. ഞയ്മ പുഴുക്കൾ കയറൂല. അതെങ്ങനെയാണ്? നിങ്ങൾക്ക് ഇപ്പൊ നല്ലൊരു ചാൻസ് ഉണ്ട്. ഈ മദ്രസന്റെ പണി പൂർത്തിയാവാൻ ഒരു 4 ലക്ഷം ഉറുപ്പ്യം കൂടി കിട്ടണം. നിങ്ങളെല്ലാരും കൂടിയാണ് തരിക. ആദ്യത്തെ നീയത്ത് ഇങ്ങനെ വെച്ചോളി. എന്നല്ലെങ്കിൽ ഇപ്പൊ നാളെ മരിക്കുന്ന ഉറപ്പാണ്. നമ്മളൊക്കെ മരണം എങ്ങനെ കണ്ടു? നമ്മളോടൊക്കെ പല്ല ചോദിക്കുമല്ലോ, എന്തോടെ ഇപ്പൊ ദീനിന് വേണ്ടി കൊടുത്തതെന്ന്. എന്താ നമ്മളെടുത്ത് പറയാനുള്ളത്? ഞാൻ നേരത്തെ അനസ് ബിൻ നളറിന്റെ ചരിത്രം തുടങ്ങിയില്ലേ? 2 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തിത്തരാം. ആ മഹാനായ കുട്ടിയായി ഉഹുദ് നടക്കുമ്പോ 17 വയസ്സാണ്. 17. നമ്മളെ +2 പഠിക്കണ മോന്റെ പ്രായം. അള്ളാന്റെ റസൂൽ ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗം ഉഹുദിലുണ്ടായി. അത് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. അപ്പൊ ഈ കുട്ടി ഓടി കണ്ട് വരികയാണ്. റസൂലുള്ളാന്റെ നേരെ അമ്പ് വരുന്നത് കണ്ടു. നമ്മളെ +2 പഠിക്കണ മോന്റെ പ്രായമുള്ള കുട്ടി അമ്പ് ഇങ്ങനെ വരണേണ്ട ഓടി വന്നിട്ട് ഈ കുട്ടിന്റെ തല കൊണ്ട് ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട ശരീരത്തിലേക്ക് ചീറി വരുന്ന അമ്പ് തല കൊണ്ടാണ്ട് ഹെഡ് ചെയ്തു. പിന്നെ ഈ നിപ്പാണ്ട് നിന്ന് തങ്ങളെ മുമ്പിൽ വരുന്ന അമ്പുകൾ മുഴുവൻ നെഞ്ച് പരിചയാക്കി തടുത്തു ഈ 17-കാരനായ അനസ് ബിൻ നളർ. നാനാഭാഗങ്ങളിലും അമ്പ്. അവസാനം കിടന്ന് പെടഞ്ഞണ്ട് മരിച്ചു. ഈ കുട്ടിനെ ശത്രുക്കൾ വന്നിട്ട് ബത്തക്ക സെന്റർ വെട്ടണമാതിരി നടുകൊണ്ട് വെട്ടിയാണ്ടിട്ടു. കഴുത്തിന്റെ അവിടെ ഒറ്റ വെട്ട്. തല കണ്ട് പൊളിച്ചു. കയ്യും കാലും ഉള്ളി അരിയണ പോലെ അരിഞ്ഞ് ഉഹുദിന്റെ ഒരു സൈഡിൽ മണ്ണിലാണ്ടിട്ടു. 70 സ്വഹാബാക്കളെ ഉഹുദിൽ നിന്ന് ഹബീബിന്റെ നേതൃത്വത്തിൽ പെറുക്കിയെടുത്തു. 70 സ്വഹാബാക്കളുടെ ശരീരങ്ങളെ
മഹാന്മാരായ സ്വഹാബാക്കൾ മുത്തുനബിയുടെ നേതൃത്വത്തിലായി രണാങ്കണത്തിൽ നിന്ന് ഓരോ സ്വഹാബികളെയും പുറത്തുകൊണ്ടുവന്നു. ഹംസത്തുൽ കറാറിന്റെ തിരിച്ചറിയാത്ത ശരീരം കണ്ടുകൊണ്ട് എന്റെ എളാപ്പാന്ന് വിളിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു മുഹമ്മദ് മുസ്തഫ. ഹംസത്തുൽ കറാറിന്റെ ശരീരം വെട്ടിപ്പിളർത്തിയിട്ട് ആ ചെസ്റ്റ് നെഞ്ച് തക്കാളിപ്പെട്ടി കുത്തിപ്പൊളിക്കുന്ന പോലെ കുത്തിപ്പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് കരള് പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് വായിലിട്ടിട്ട് ചവച്ചരക്കുമ്പോ ഹിന്ദെന്ന പെൺകുട്ടിന്റെ ഉള്ളിലേക്ക് ഹംസത്തുൽ കറാറിന്റെ കരളിന്റെ ഒരു കഷ്ണം ഇറങ്ങിപ്പോയി. ഈ ശരീരം നോക്കി ചെറിയ കുട്ടിയെ പോലെ തേങ്ങി തേങ്ങി കരഞ്ഞു മുഹമ്മദ് മുസ്തഫ. അത് ഇതുപോലത്തെ ഒരു ശവ്വാല് സംഭവിച്ചതാണ്. ഹിന്ദിന്റെ വയറ്റിലേക്ക് ആ ഇറച്ചി കഷ്ണം ഇറങ്ങിയോടുകൂടി ഹിന്ദിന് പുടുത്തമിട്ട വേറുവേദനായി. വേറുവേദന സഹിക്കാൻ കഴിയാതെ 3 കൊല്ലം നടന്നു. അവസാനം കുടുങ്ങിക്കള്ളിയിൽ ഹിന്ദെത്തി ഇലാ ഹളറത്ത് റസൂലില്ല. എനിക്ക് സഹിക്കാൻ കഴിയാത്ത വേറുവേദന ഉണ്ട് മുഹമ്മദ്, മാറിക്കിട്ടണില്ല. മരുന്ന് പലതും ഞാൻ സേവിച്ചു നോക്കി, മാറിക്കിട്ടണില്ല. അപ്പൊ അള്ളാഹു സ്വലം മൊത്തക്കം നോക്കി. എന്തുകൊണ്ടാ വേറുവേദന തുടങ്ങിയത്? ഹംസത്തുൽ കറാറിന്റെ കരള് കടിച്ചിരുന്നതാണ്. ഹിന്ദ അവിടെ വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹിന്ദിന്റെ വേറുവേദന മാറി. അനസ് എന്നവരുടെ ശരീരം വെട്ടി മുറുക്കി മുറുക്കി നുറുക്കി 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 വെണ്ടക്ക നുറുക്കുന്ന പോലെ നുറുക്കി 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 മണ്ണിലാണ്ട് പൂട്ടിയിട്ടു. യുദ്ധം കഴിഞ്ഞ് എല്ലാവരും കയറിപ്പോവാൻ സമയത്ത് ഒരു പെൺകുട്ടി ഓടി വന്നു. മുത്തുനബിയുടെ മുമ്പിൽ വന്നുകൊണ്ട്, എന്നെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരൽപ്പസമയം മദീനയിൽ എത്തണേ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഈ ചെറിയ പെൺകുട്ടി വന്ന് വാവിട്ട് കരഞ്ഞു ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്ന അഖീ അനസു യാ റസൂലല്ലാഹ്, എന്റെ ജ്യേഷ്ഠനായ എന്റെ ഇക്കാക്കയായ അനസ് എവിടെ നബിയേ? യുദ്ധത്തിന് വന്നാണ്. ഈ 70 ആളുകളുടെ കൂട്ടത്തിൽ എന്റെ കാക്കാന്റെ ശരീരമില്ല. എവിടെയാണ് യാ റസൂലല്ലാഹ്? ഹബീബ് പറഞ്ഞു, അനസിന്റെ ശരീരം അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്ന് പരതണോ. സ്വഹാബാക്കൾ ഹബീബിന്റെ നേതൃത്വത്തിൽ രണ്ടാമത് രണാങ്കണത്തിൽ ഇറങ്ങി അനസാകുന്ന 17കാരനായ കൊച്ചുമോന്റെ ശരീരം തിരയുകയാണ്. എവിടെയും കണ്ടില്ല. അവസാനം മണ്ണുകൊണ്ട് കായം പുരണ്ട ഉഹുദിലെ ഒരു പിടി മാംസം കൂമ്പാരം കുന്നുകൂടി കിടക്കുന്നത് കണ്ടോ? അത് മനുഷ്യന്റേതാണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് തിരിച്ചറിയാതെ കഷണം കഷണമായി രക്തത്തിൽ കുളിച്ച് മണ്ണുകൊണ്ട് കായം പുരണ്ട് കുന്നുകൂടി കിടക്കുകയാണ്. ആ ശരീരത്തിലേക്ക്, ആ മാംസകൂമ്പാരത്തിലേക്ക് ചെറിയ പെൺകുട്ടി മാറി മാറി നോക്കുകയാണ്. അവസാനം ആ കൂട്ടിയിടപ്പെട്ട മണ്ണുകൊണ്ട് കായം പുരണ്ട മാംസകൂമ്പാരത്തിന്റെ അടിയിൽ നിന്നൊരു ചെറിയ വിരൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. ആ വിരലി മോളിങ്ങോട്ട് വലിച്ചെടുക്കുകയാ, രക്തം തുടക്കുകയാ. ആ വിരലേക്ക് മാറി മാറി നോക്കുകയാ. എന്നിട്ട് ആ വിരലിന്റെ കഷ്ണം മൂക്കത്ത് വെച്ച് മുത്തി മുത്തി മണത്തി കരഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി പറയുന്നു, നബിയേ, ഇത് എന്റെ ഇക്കാക്ക അനസിന്റേതാണ് നബിയേ, ഇത് എന്റെ ഇക്കാക്ക അനസിന്റെ വിരലാണ് നബിയേ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മോളെ, ഇത് നിന്റെ ഇക്കാക്ക അനസിന്റെ ശരീരമാണെന്ന് നിനക്ക് എങ്ങനെയാ തിരിച്ചറിഞ്ഞത് നബിയേ? എന്റെ ഇക്കാക്ക അനസിന്റെ ചെറുവിരലിൽ ഒരു കാക്കാപ്പുള്ളിയുണ്ട് യാ റസൂലല്ലാഹ്. ആ കാക്കാപ്പുള്ളി ഇതാ നബിയേ. കഥാ ചെവിരലിന്റെ തലപ്പത്തുള്ള കറുത്ത കാക്കാപ്പുള്ളി കൊണ്ട് ആ ശരീരം തിരിച്ചറിഞ്ഞത്. ആ നിലയെ ദുനിയാവിൽ തിരിച്ചറിയാതെ പരലോക പൗരത്വം സ്വീകരിച്ച് റസൂലുള്ളാഹിന്റെ ശരീരത്തിന് പ്രത്യക്ഷം കൊടുത്തതിന്റെ പേരിൽ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് നുറുക്കി 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 ലോകത്തിൽ നിന്ന് ശരീരം ആരുടേതാന്ന് തിരിച്ചറിയാതെ ഒരു കാക്കാപ്പുള്ളി കൊണ്ട് പോലും പെങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റുമാറ് വിധം ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞ
അനസ് നാളെ അള്ളാന്റെ ഹിസാബിനെ നേരിടുമ്പോ അള്ളാഹു ചോദിക്കുന്നു, അനസേ ഈ ദീനിന് വേണ്ടി എന്താണ് കൊടുത്തത് എന്ന് ചോദിച്ചാൽ അനസ് കയ്യും കെട്ടി പറയും, അല്ലാ എന്റെ ശരീരം തിരിച്ചറിയാതെയല്ലേ ഞാൻ നിന്റെ അരികിലേക്ക് വന്നത്. ആ സമയത്ത് അനസിനോട് അല്ലാഹു പറയും, മനസ്സേ അത് ഞാൻ അങ്ങ് ചോദിച്ചതാ, നീ പൊയ്ക്കോ മോനെ എന്ന് പറയുമ്പോ പിന്നെ ഹിസാബിനെ നേരിടുന്നതാരാ? പിടയുന്ന കരളും പിടിച്ചുകൊണ്ട് ഹംസത്തുൽ കറാർ നേരിടുമ്പോ അവര് സ്വർഗത്തിൽ പോകുമ്പോ, ജാഫർ ഇബ്നു അബീ ത്വാലിബ് സ്വർഗത്തിൽ പോകുമ്പോ, ഉഹദീങ്ങളും നന്നായി പാറി പറക്കുമ്പോ, ബദരീങ്ങൾ സ്വർഗത്തിലെ രാജാക്കന്മാരായി പാറി പറക്കുമ്പോ, മഹാന്മാരായി മാമീങ്ങൾ അവരുടെ ഇൽമും ത്യാഗവും കിതാബ് രചനയും ദർശമൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാന്റെ കോടതിയിൽ അതാ അവര് പുഞ്ചിരിച്ചുകൊണ്ട് പ്രസന്ന ഭാവത്തോടെ പാലം കടക്കുമ്പോ ആ ചോദ്യം പാവപ്പെട്ട എന്നോടായാ നിങ്ങളോടായാ? എടാ അബ്ദുൽ ജലീൽ, നിനക്ക് ആരോഗ്യമുണ്ടായില്ലേ? നിനക്ക് ആയുസ്സുണ്ടായില്ലേ? പ്രസംഗിക്കാനുള്ള അവസരം നൽകിയല്ലോ? എന്താണടാ നീ ദീനിന് വേണ്ടി ചെയ്തത് എന്നോട് എനിക്ക് ഭക്ഷണം നൽകി ഹിദായത്ത് നൽകി എന്നെ തീറ്റിപ്പോറ്റുന്ന റബ്ബെങ്ങാണ്ടും ചോദിച്ചാ എന്താ പ്രിയപ്പെട്ടവരെ ഞാൻ മറുപടി പറയുക? ആ ചോദ്യം നിങ്ങളോടായാ? പാതിരാവിൽ ബൈക്ക് എടുത്തുകൊണ്ട് കാലിന്റെ ഇടയിലെ ബുള്ളറ്റാണ് ജീവിതത്തിന്റെ ഇസ്സത്ത് എന്ന് മനസ്സിലാക്കി ഹൈവേ വിറപ്പിച്ച് കുടുകുടാ പറഞ്ഞ് ഭൂമിക്ക് ഭാരമായി യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാരാ, ആ ചോദ്യം നിന്നോടായാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് അങ്ങാടികളിൽ പോയി മണ്ഡപങ്ങളിൽ പോയി ശരീരത്തെ എക്സ്പ്രഷൻ ചെയ്തുകൊണ്ട് നാണമില്ലാതെ പല്ലൊളിച്ചുകൊണ്ട് വീഡിയോ ക്യാമറക്കാരന് നേരെ ഉറപ്പില്ലാതെ നിന്ന് കൊടുക്കുന്ന പെങ്ങളാ, ആ ചോദ്യം നാളെ നിന്നോടായാൽ എന്താണ് നമുക്ക് പടച്ചവന്റെ കോടതിയിൽ കൃത്യമായി മറുപടി പറയാൻ കഴിയുക? ആ സമയത്ത് നമുക്ക് എങ്ങനെങ്കിലും പറയാൻ കഴിയണം, ഒരു സാസിൽ വെച്ചുകൊണ്ട് മദ്രസക്ക് 4 ലക്ഷം രൂപയുടെ പണിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് അന്ന് പറ്റുന്ന ഒരു സംഭാവന സ്വലാത്തിന്റെ മജ്ലിസ് നൂറിന്റെ സാസിൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്നെങ്കിലും പറഞ്ഞ് പിടിച്ചെന്ന് രക്ഷപ്പെടാൻ പ്രിയപ്പെട്ടവരെ, ദുആക്ക് മുമ്പായി നിങ്ങളാൽ കഴിയുന്ന ഒരു സംഭാവന ആ 4 ലക്ഷത്തിലേക്ക് നിങ്ങൾ എല്ലാവരും തരണം.